ശ്രീ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാലോ എന്നാല്. ചെയ്യാം. ഡേ 4 കണ്ടിന്യൂഷൻ ആയിരിക്കും കേട്ടോ. ഇന്നലത്തെ സെക്ഷൻ നമ്മൾ വേറെ തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ, അതെ. ഇപ്പൊ നമ്മൾ ആസ് പെർ അവർ ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ കുറച്ച് ബാക്കിലാണ്. സോ 14 days കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഞാൻ വിചാരിക്കുന്ന ഒരു സെഷൻ നമുക്ക് പ്രീ റെക്കോർഡ് ഇതായിരിക്കും. മീൻസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ലിങ്ക് ഇട്ട് തരും. അതെന്തായിരിക്കില്ല, പക്ഷെ അത്രയും കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിരിക്കും. പക്ഷെ അതിനനുസരിച്ച് അത്രയും കണ്ടന്റ് റിച്ച് ആയിരിക്കും. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ, അത് പോസിബിൾ ആണെങ്കിൽ ഒരു സെഷൻ നമ്മൾ അങ്ങനെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. എന്നാൽ നമുക്ക് നാളെയോ മറ്റന്നാളോ ആയിട്ട് നമുക്ക് ബാക്ക് ടു ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലോട്ട് പോയി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി ജാവയിൽ ഞാൻ വിചാരിക്കുന്ന കുറച്ച് ബേസിക്സ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് പ്ലസ് ലൂപ്സ് പ്ലസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ബാക്ക് ടു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പോയി നമ്മുടെ ഫസ്റ്റ് UI ഡിസൈനിൽ സ്റ്റാർട്ട് ചെയ്ത് ആപ്സ് ബിൽഡ് ചെയ്ത് നോക്കാം. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഒരു 2 days മാക്സിമം നമ്മളിനി ജാവയ്ക്കകത്ത് വർക്ക് ചെയ്യണം. സോ ഇന്നലെ നമ്മൾ നിർത്തിയത് ഈ ഒരു കേസിലായിരുന്നു. ജസ്റ്റ് വേരിയബിൾസ് ഏതൊക്കെയാ ബേസിക് വേരിയബിൾസ് എന്നൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ചിലരെങ്കിലും എന്തെങ്കിലുമൊക്കെ പിന്നെ റെഫർ ചെയ്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും ഇനി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടോപ്പിക്കിലോട്ട് നമ്മൾ പോകുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ലൂപ്സ്. ഓക്കെ, സോ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റോപ്പ് ചെയ്ത പ്രോഗ്രാം. ജസ്റ്റ് വേരിയബിൾസ്, ഡാറ്റ ടൈപ്സും വേരിയബിൾസും ഒക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തു. സോ ഞാനിതങ്ങ് കളയുകയാണ്. നമ്മളിപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ലൂപ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. സോ എന്താണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ലൂപ്സ്? അതായത് ഒരു പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് ബൈ ലൈൻ ആയിരിക്കും, അല്ലെ? ഞങ്ങളൊരു സിസ്റ്റം ഡോട്ട് ഔട്ട് ഇട്ടു. ഓക്കെ, ഒരു സിസ്റ്റം ഡോട്ട് ഔട്ട് ഇട്ടു. അതിൻ്റെ അകത്ത് സം ടെക്സ്റ്റ് കൊടുത്തു, പിന്നെ അടുത്ത സൗട്ട് കൊടുത്തു, അതിൽ സം ടെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ ഇത് എന്ത് ചെയ്യും? ഫസ്റ്റ് ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാംസ് പോകുന്നത്. അപ്പൊ ആ പ്രോഗ്രാമിന്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ ലൂപ്സ് എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലോട്ടാണ് നമ്മൾ കയറുന്നത്. പ്രോഗ്രാമിംഗ് ജസ്റ്റ് ഏതെങ്കിലും ഒരു ലാംഗ്വേജിന്റെ ബേസിക്സ് അറിയുന്നവർക്ക് ഇത് പ്രറ്റി സിമ്പിൾ ടോപ്പിക് ആണ്. പക്ഷെ നൂബീസ് നമ്മൾ ഇത്ര കുറച്ച് ട്രിക്കിയാണ്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. സോ അതിലോട്ടാണ് ഞാൻ ആദ്യം പോകുന്നത്. നമുക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈഫ് യൂസ് ചെയ്യും, ഈഫ് എൽസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, പിന്നെ സ്വിച്ച് കേസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റിലോട്ട് ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഒരു പക്ക ബേസ് ആണ്. പിന്നെ നമുക്ക് ലൂപ്സ് ഉണ്ട്. പിന്നെ അതിന് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൂപ്സ് ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു നോട്ടിന് വേണ്ടി ഇവിടെ ടൈപ്പ് ചെയ്ത് വെക്കുകയാണ്. നമുക്ക് ഫോർ ലൂപ്പ് ഉണ്ട്, പിന്നെ വൈൽ ലൂപ്പ് ഉണ്ട്, ഡു വൈൽ ഉണ്ട്. ഓക്കെ, ഇത്രയും ലൂപ്സ് ഉണ്ട്. പിന്നെ അഡീഷണലി ജമ്പിങ്ങിനായിട്ട് ജമ്പിങ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്, കണ്ടിന്യൂ ആൻഡ് റിട്ടേൺ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താ മനസ്സിലാവാത്തവരുണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. സോ അതിലോട്ടാണ് ഞാൻ വരുന്നത്. ഓക്കെ, സോ ഞാനൊരു സ്റ്റാർട്ട് ചെയ്യട്ടെ. ഡയറക്റ്റ് ടോപ്പിക്കിലോട്ട് കിടക്കണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിൽ ഈഫ് എൽസ് സ്വിച്ച് കേസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. സ്റ്റാർട്ട്. ഓക്കെ, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ബൈ ലൈന് ഓരോ ലൈനായിട്ട് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അറ്റ് സെർട്ടൈൻ പോയിന്റ് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ശരി. ഓക്കെ, അപ്പോ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഈ നമ്പർ 8 ആണ്. സോ ഈ ഒരു 8 എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? ഇതിപ്പോ 8 ആണ്. സോ എനിക്കിവിടെ കൺസോളിൽ ഇതൊരു
ഈവൻ നമ്പർ ആണെന്ന് പ്രിന്റ് ചെയ്യണം. അപ്പോൾ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഞാൻ എസ് ഔട്ട് ഡെഫിനറ്റ്ലി എസ് ഔട്ട് യൂസ് ചെയ്യും. സോ ഇത് പെട്ടാണ്. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഇവിടെ നമ്പർ ഈസ് ഈവൻ എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇത് റൺ ചെയ്താൽ എന്ത് കിട്ടും? എനിക്കിവിടെ നമ്പർ ഈസ് ഈവൻ എന്ന ഔട്ട്പുട്ട് കിട്ടി അല്ലെ. എനിക്ക് ഞാനൊരു വേരിയബിളിലോട്ട് ഒരു നമ്പർ സ്റ്റോർ ചെയ്തു. ആ നമ്പർ ഈവൻ ആണെന്ന് എനിക്കറിയാം. സോ ഞാൻ എന്ത് ചെയ്തു? അത് ഈവൻ ആണെന്ന് അങ്ങ് പ്രിന്റ് ചെയ്തു. ഓക്കെ. സോ എനിക്ക് എന്ത് ചെയ്യണം? ഞാനിത് എന്ത് ചെയ്തു? ഒരു ഓഡ് നമ്പർ ആക്കി റൺ ചെയ്തു. സി അപ്പോഴും നമ്പർ എന്താ പറയുന്നത്? ഈവൻ തന്നെയാണ് പറയുന്നത്. ഇതെന്താണ്? ഫോൾസ് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഓക്കെ, ഇവിടെ ഓടെന്നാക്കണം. ഓടാക്കി റൺ ചെയ്യണം. സോ ഈച്ച് ടൈം ഞാൻ ഇത് ഈ ഒരു num1ന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോഴും ഞാൻ എന്ത് ചെയ്യണം? എസ് ഔട്ടിൽ പോയിങ്ങാണ്ട് എന്ത് ചെയ്യണം? വാല്യൂ അതിൽ പ്രിന്റ് ചെയ്യുന്ന വാല്യൂ അങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കണം. സോ ഇൻ കേസ് നമുക്ക് ഇത് ഓട്ടോമാറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് ഈ ഒരു 5ന്റെ വാല്യൂ ഇയാൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ഐഡന്റിഫൈ ചെയ്ത് അത് പ്രിന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ലേ ഫാർ മോർ ബെറ്റർ അല്ലേ? അപ്പോ ആ ഒരു കേസിലാണ് നമുക്ക് ഇതുപോലെയുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യം വരുന്നത്. നമുക്ക് പ്രധാനമായിട്ട് ഇഫ് എൽസ്, പിന്നെ നെസ്റ്റഡ് ഇഫ്, അങ്ങനത്തെ കുറെ ഇതൊക്കെ ഉണ്ട്. അഡ്വാൻസ്ഡ് എന്നല്ല, ബേസ് തന്നെയാണ്. സോ അതൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയാണ് ഇതിന്റെ ഒരു പ്രസക്തി വരുന്നത്. സോ ഫോർ നൗ ഞാൻ ഇപ്പൊ ചെയ്തത് ഈ 5 ഇങ്ങനെ അലോട്ട് ചെയ്യല്ലേ ചെയ്തത്. സോ ഇത് ഇങ്ങനെ അലോട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസറെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇൻപുട്ട് മേടിക്കാൻ പറ്റും. ഓക്കെ, അതിനുള്ള ഒരു സെറ്റപ്പ് നമുക്കൊരു ഇവിടെ തന്നെ യൂസർ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ പറയാം. എന്നിട്ട് യൂസർ എൻ്റർ ഓഡ് എന്ന് പറഞ്ഞാണ്ട് പ്രിന്റ് ചെയ്യണം. ഓക്കെ, നമ്പർ ഈവൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രിന്റ് ചെയ്യണം. ഇത് മാത്രം പ്രിന്റ് ചെയ്താൽ മതി. സോ ഈവൻ ആണെങ്കിൽ ഈ നമ്പർ നമ്മൾ ഇവിടെ ഉള്ള ഈ വാല്യൂ ഈവൻ ആണെങ്കിൽ ഈ ഒരു 14th ലൈൻ നമുക്ക് പ്രിന്റ് ചെയ്താൽ മതി. എന്ത് ചെയ്യണ്ട? 15th ലൈൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട, സ്കിപ്പ് ചെയ്യണം. സോ അവിടെയാണ് നമ്മൾ ഈ ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആഡ് ചെയ്യുന്നത്. സോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഈ ഒരു നമ്പർ ഓഡാണോ ഈവൻ ആണോ എന്ന്? സോ അതിനുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആ ട്രിക്കി ലോജിക് ആണ്. ഒരു ലോജിക്, നമ്മുടെ ലോജിക് അപ്ലൈ ചെയ്യേണ്ട കാര്യമാണ്. ഒരു നമ്പർ ഓഡാണോ ഈവൻ ആണോ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അതായത് 6 അല്ലെങ്കിൽ ഒരു നമ്പർ 2, എന്താ പറയാ, num2 = 5. അപ്പോൾ ഇത് ഈവൻ ആണെന്നും ഇത് ഓഡാണെന്നും നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷെ ഇയാൾക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? നമ്മൾ എങ്ങനെയാ ഒരു മെഷീന്റെ ലോജിക്കലി ചിന്തിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് ഇരട്ടസംഖ്യയാണ്, ഒറ്റസംഖ്യയാണ്, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ പ്രോഗ്രാമാറ്റിക്കലി ഒരു ഓഡ് ഈവൻ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു സെറ്റപ്പിലോട്ട് കൊണ്ടുവരണം. സോ അതിനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഈ 6നെ നമ്മൾ ബൈ 2 ചെയ്യാം. ഓക്കെ, 6/2. അതായത് ഞാൻ കമന്റ് ചെയ്തുതരാം. ലൈക്ക് 6/2 ചെയ്യുക. സോ ഇൻ കേസ് എന്ത് ചെയ്യും? റിമൈൻഡർ 0 ആണെങ്കിൽ എന്താണ്? ദെൻ ഇറ്റ്സ് ഈവൻ ആയിരിക്കും അല്ലെ? 6നെ 2 കൊണ്ട് ഹരിച്ച ആൻസർ 3 ആണ്. 6നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ആൻസർ 3 ആണ്. സോ റിമൈൻഡർ എത്രയാണ്? 0 ആണ്. സോ ഈ ഒരു കേസിൽ എന്താ വരിക? 5/2. ആൻസർ ഈസ് 4, റിമൈൻഡർ ഈസ് 1 അല്ലെ? 5ല് 2 ഉണ്ട്. ശിഷ്ടം നമുക്ക് എന്ത് ചെയ്തു? 1 കിട്ടി. അതായത് നമ്മൾ എന്ത് ചെയ്യാം? ഒരു നമ്പറിനെ 2 കൊണ്ട് ഹരിച്ച് ശിഷ്ടം 0-നെക്കാട്ടിയും വലുതാണോ? അതല്ലെങ്കിൽ 0 അല്ലേ? 0 അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി അത് 1 ആയിരിക്കും. 2 കൊണ്ട് ഹരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി 0 അല്ലെങ്കിൽ 1 ആയിരിക്കും. ആ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി. അതായത് റിമൈൻഡർ ബൈ 2 ആൻഡ് റിമൈൻഡർ 1 ആണോ എന്നുള്ളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്താൽ ആ ഒരു നമ്പർ ഓഡ് ആണോ ഈവൻ ആണോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ ഒരു ലോജിക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അതായത് നമ്മുടെ കയ്യിൽ ഒരു നമ്പർ ഉണ്ട്, എനി ഇൻഡിജർ, ഒരു എണ്ണൽ സംഖ്യ നമ്മുടെ കയ്യിലുണ്ട്. ആ സംഖ്യനെ നമ്മൾ 2 കൊണ്ട് ഹരിക്കുക. 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കോഷ്യന്റ് ഒരു നമ്പർ കിട്ടും. അതല്ലാണ്ട് ഒരു റിമൈൻഡർ കിട്ടും. ആ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി 0 or 1 ആയിരിക്കും. 2 വരില്ല, 3 വരില്ല, അങ്ങനെ ഒരു നമ്പറും വരില്ല. ഡെഫിനറ്റ്ലി 0
ഓർ 1. ഓക്കെ, അപ്പോൾ 1 ആണെങ്കിൽ ആ നമ്പർ എന്തായാലും ഡെഫിനറ്റ്ലി ഒരു ഓഡ് നമ്പർ ആയിരിക്കും നമ്മൾ എടുത്തേക്കുന്നത്. 0 ആണെങ്കിൽ ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, ബൈ 2 ചെയ്യുക. റിമൈൻഡർ 1 ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഓഡ് നമ്പർ. റിമൈൻഡർ 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതെന്താണ്, ഒരു 1 ആണെങ്കിൽ അതൊരു ഓഡ് നമ്പർ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം, റിമൈൻഡർ കിട്ടണം. ഓക്കെ, അപ്പോ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചുതരാം. ഇൻറ്റ് റിമൈൻഡർ ഈക്വൽസ് num1. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുന്നത്തെ സെഷനിൽ പറഞ്ഞിട്ടുണ്ട് മോഡ് 2. സോ ബേസിക്കലി എന്താ ഈ മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിമൈൻഡർ കിട്ടാനുള്ളതാണ്. അതായത് നമ്പർ 1നെ 2 കൊണ്ട് ഹരിക്കും, വിൽ ഡിവൈഡ് ബൈ 2 ആൻഡ് റിമൈൻഡർ എന്തായിരിക്കും, 0 or 1 ആയിരിക്കും അല്ലെ. റിമൈൻഡർ 0 or 1 ആയിരിക്കും. ഈ ഒരു കേസിൽ 6/2 3 ആണ് കോഷ്യന്റ്, റിമൈൻഡർ എത്രയാണ്, 0 ആണ്. അപ്പൊ ആ ഒരു 0 നമുക്ക് ഈ ഒരു റിമൈൻഡറിലോട്ട് കിട്ടും. സോ അത് ഞാനൊന്ന് കാണിച്ചു, ഈ 2 ലൈൻ ഞാൻ ഇവിടെ കമന്റ് ചെയ്തിട്ടു. സോ അത് വർക്ക് ചെയ്യില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് അതൊന്ന് ഔട്ട് ചെയ്യാണ്, പ്രിന്റ് ചെയ്യാണ്. സോ എന്താ, നമുക്കിവിടെ ഞാൻ റിമൈൻഡർ പ്രിന്റ് ചെയ്തു. ഓക്കെ, 6 ആണ് നമ്മുടെ നമ്പർ. സോ അതിനെ 2 കൊണ്ട് മോഡ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ 0 ആണ്. സോ ആസ് യു ക്യാൻ സി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 0 കിട്ടിയിട്ടുണ്ട്. സോ ഇനി വേറെ ഏത് എന്താ ഓഡ് നമ്പർ കൊടുത്താലും നമുക്ക് കിട്ടുന്നത് 1 ആയിരിക്കും. സി ഉണ്ടോ, 3 കൊടുത്തപ്പോൾ 1 കിട്ടി. ഇനിയിപ്പോ 7 ആണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി അല്ലേ. സോ ഇതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, അതായത് അവിടെയാണ് നമ്മളൊരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമുക്കൊരു സിമ്പിൾ എന്താ സിന്റാക്സ് ഉണ്ട്, ഈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ, എങ്ങനെയാണെങ്കിൽ, അതായത് റിമൈൻഡർ, ഇപ്പൊ നമ്മുടെ കയ്യിൽ 1 or 0 ഉണ്ട്. സോ ഞാൻ എന്ത് ചെയ്യും, റിമൈൻഡർ ഈക്വൽസ് 0 ആണോ, ഓക്കെ ആണെങ്കിൽ, അപ്പോൾ ഈ ഒരു ലൈന് കാണുമ്പോൾ ചിലർക്കൊന്നും മനസ്സിലാകാൻ ചാൻസ് ഇല്ല, ഞാൻ പറഞ്ഞുതരാം, അതിലോട്ടാണ് വരുന്നത്. അങ്ങനെയല്ലെങ്കിൽ ഓക്കെ എന്ത് ചെയ്യണം, അതിലോട്ടാണ് വരുന്നത്. സോ ലെറ്റ് മീ കംപ്ലീറ്റ് ദിസ് കോഡ്. ഓക്കെ, റിമൈൻഡർ മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു കോഡ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സി നമ്പർ എന്താണ്, ഓഡാണ്. ഞാനിവിടെ മാറ്റിയിട്ട് അതൊരു ഈവൻ നമ്പർ ആക്കി. സി കണ്ടോ, എക്സ്പെക്ട് ചെയ്ത ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നമ്പർ മാറ്റുമ്പോൾ ഇനി എന്ത് ചെയ്യണം, നമ്മൾ എസ് ഔട്ടിൽ വാല്യൂ ചേഞ്ച് ചെയ്യേണ്ട കേസില്ല. സോ ഇതെന്താന്ന് നിങ്ങൾക്ക് മിക്കവാറും മനസ്സിലായിട്ടുണ്ടാവില്ല, അതിലോട്ട് തന്നെ ഞാൻ വരുന്നത്. ഈ ഒരു എന്താ 5 ലൈൻ ഓഫ് കോഡ് ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും മനസ്സിലാവാത്തത്. ഇത് ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെന്ന് പറഞ്ഞൊന്നുമില്ല, പുതിയ റിമൈൻഡർ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഉണ്ടാക്കി. ആ വേരിയബിളിലോട്ട് ഞാൻ എന്ത് ചെയ്തു, ആ മേലെയുള്ള നമ്പർ, അതായത് 6നെ എന്താ 2 കൊണ്ട് ഹരിച്ച ശിഷ്ടം ഈ റിമൈൻഡർ എന്ന വേരിയബിളിലോട്ട് ഞാൻ അലോട്ട് ചെയ്തിട്ടു. അതാണ് ഈ ഒരു ലൈനിൽ ചെയ്തത്. സോ ഡെഫിനറ്റ്ലി ഞാൻ അടുത്ത ലൈനിൽ ചെയ്യുന്നത് ഈ ഒരു ഈഫ് കാണാം. സോ ഈ ഒരു ഈഫ് എന്ന് പറഞ്ഞാൽ ഒരു കീവേഡ് ആണ്, ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഈഫ്. അതായത് നമ്മൾ ഈഫിന്റെ അകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ് നമ്മൾ ഈഫിന് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഔട്ട്പുട്ട് ട്രൂ ഓർ ഫാൾസ് ആയിരിക്കും. ഓക്കെ, അതായത് എന്തായിരിക്കും, റിമൈൻഡർ =0. റിമൈൻഡറിൽ ഇപ്പോൾ എന്താ ഉള്ളത്, സി ഇതൊരു ഈവൻ നമ്പർ ആയതുകൊണ്ട് റിമൈൻഡറിന്റെ അകത്ത് എന്തായിരിക്കും, ഇപ്പോൾ 0 ആയിരിക്കും. ഓക്കെ, റിമൈൻഡർ ഈസ് നൗ 0. എന്താണ്, 0 ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, എന്താ 6 പറഞ്ഞ തന്നെയാണ്, ശിഷ്ടം ഒന്നുമില്ല. 6/3 6/2 3 ആണ്, ശിഷ്ടം ഒന്നുമില്ല, 0 ആണ്. സോ ആ ഒരു കേസിൽ എന്താ, അപ്പോൾ അങ്ങനെ വരുന്നത്. അപ്പോൾ റിമൈൻഡർ ഇപ്പോൾ 0 ആണ്. നമ്മൾ ചെക്ക് ചെയ്യണം അടുത്ത ലൈനിൽ. ആക്ച്വലി ഈ ഒരു 15th ലൈനിൽ നമ്മൾ ചെക്ക് ചെയ്യാണ്, അതായത് റിമൈൻഡർ ഈക്വൽസ് 0 ആണോ, റിമൈൻഡർ 0 ആണോ, ഇയാളോട് ചോദിക്കും നമ്മൾ. ആ റിമൈൻഡർ എന്ന് പറഞ്ഞ സാധനം അതിലുള്ള വാല്യൂ 0 ആണോ, ആ 0 ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള റിക്വസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ =, അതായത് ഈക്വൽ ടു ആണോ, അതായത് റിമൈൻഡർ എന്ന് പറഞ്ഞ വേരിയബിളിലുള്ള വാല്യൂ 0 എന്ന വാല്യൂ ആണോ എന്ന് ഇയാൾ ചോദിക്കും. സി ആണെങ്കിൽ ഇവിടെ എന്ത് വരും, ട്രൂ എന്ന് വരും. അതായത് ശരിക്കും ഇവിടെ വരുന്നത് ട്രൂ എന്നാണ്.
ഈ ഒരു കേസിൽ നമ്മൾ ട്രൂ എന്ന് വരും. അതായത് അതിനുള്ള പ്രോപ്പർ ആയിട്ടൊരു എക്സാമ്പിൾ കാണണമെങ്കിൽ ഈ ഒരു ലൈൻ കോപ്പി ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് എസ് ഔട്ട് ചെയ്യുക. എന്താ റിമൈൻഡർ ഈക്വൽ ടു 0. സോ ഡെഫിനറ്റ്ലി ഈ ഒരു പ്രോഗ്രാമിൽ ഇനിയിപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് ട്രൂ നമ്പർ ഈസ് ഈവൻ അങ്ങനെ ആയിരിക്കണം. ഓക്കെ, കണ്ടോ നമുക്ക് എന്ത് കിട്ടി, ട്രൂ കിട്ടി, നമ്പർ ഈസ് ഈവൻ എന്ന് കിട്ടി. സേ വാട്ട് ഇഫ് ദിസ് വാസ് ആൻ ഓഡ് നമ്പർ, ഒരു ഓഡ് നമ്പർ ആണെങ്കിലോ എന്തായി, ഫാൾസ് ആയി. അതായത് റിമൈൻഡർ എന്തല്ല 0 അല്ല എന്ന് ഇവിടെ പറഞ്ഞു കൊടുക്കും. സോ അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അതായത് എന്ത് ചെയ്യും, ഈ ഒരു ലൈൻ ഓഫ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇയാൾക്ക് പറഞ്ഞു കൊടുക്കും റിമൈൻഡർ ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ ട്രൂ വരും അല്ലെങ്കിൽ ഫോൾസ് വരും. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് if റിമൈൻഡർ ഈക്വൽ ടു 0, അതായത് റിമൈൻഡർ എന്ന് പറഞ്ഞ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് അല്ലേ പ്രിന്റ് ചെയ്യോ എന്ത് നമ്പർ ഈവൻ ആണ് എന്ന് പ്രിന്റ് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പോ അല്ലാത്തൊരു കേസ് വന്നു, അതിപ്പോ എങ്ങനെ ഈ ഒരു ലൈൻ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലോട്ടാണ് ഞാൻ വരുന്നത്. ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് വരും, ഈ ഒരു കേളി ബ്രേസ് ഓപ്പണിംഗ് മുതൽ ഈ ഒരു കേളി ബ്രേസ് ക്ലോസിംഗ് വരെയുള്ള ഇതിന്റെ ഇടയിൽ നമ്മൾ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അതെല്ലാം എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ ഇപ്പൊ ഞാൻ ഈ ഒരു ലൈൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോ ഞാൻ വേറൊരു ലൈനും കൂടെ ആഡ് ചെയ്ത് 2 ലൈൻ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് വരും, അതും കൂടെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ ഓക്കെ, ഓർഡർ ആയതിനെ കൊണ്ടാണ്. സോ ലെറ്റ് മീ ചേഞ്ച് ഇറ്റ് ടു 6. ഓക്കെ, ഹലോ, 2 വട്ടം നമുക്ക് ഈവൻ എന്ന് പ്രിന്റ് ചെയ്തു. അതെന്താ, ഈ ഒരു കോഡിന്റെ ഈ ഒരു എഴുതിയ ബ്ലോക്ക് ട്രൂ ആണ്. സോ എന്ത് ചെയ്തു, അതിന്റെ നെക്സ്റ്റ് ഉള്ള ഓപ്പണിംഗ് ബ്രേസ് മുതൽ ക്ലോസിംഗ് ബ്രേസ് വരെയുള്ള ഇത്രയും സ്റ്റേറ്റ്മെന്റ് ഇയാൾ അങ്ങ് എക്സിക്യൂട്ട് ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഓക്കെ, സോ അതാണ് ഈ ഒരു എന്താ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്, ഒരു സിമ്പിൾ ഈഫ് എന്ന് പറഞ്ഞാൽ. സോ ഡെഫിനറ്റ്ലി ഈ ഒരു എൽസിനെ നമുക്ക് ഒമിറ്റ് ചെയ്താൽ ഇത്രയേ ഉള്ളൂ ഒരു ഈഫ്. അതായത് ഒരു സംഭവം ട്രൂ ആണെങ്കിൽ, അതായത് റിമൈൻഡർ ഈക്വൽ ടു 0, റിമൈൻഡർ 0 ആണോ, അവിടെ ചോദ്യം ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, ഒന്നെങ്കിലാണ് അല്ല. അപ്പോൾ അത് ഇയാൾ എന്ത് ചെയ്യും, ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ നമുക്ക് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്ന് കിട്ടും. ഇപ്പൊ നമ്മൾ എഴുതി വെച്ച കേസിൽ അത് ട്രൂ ആണ്. സോ നമുക്ക് റൺ ചെയ്താൽ എന്ത് കിട്ടും, ഇവിടെ ഈവൻ എന്ന് പറഞ്ഞ് നമുക്ക് ഔട്ട് കിട്ടുന്നുണ്ട്. സോ അതാണ് ഒരു സിമ്പിൾ ഇഫ്. നമ്മൾ അവിടെ ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ ആണ് ഈ ഡബിൾ ഈക്വൽ ടു. ഓക്കെ, ഇതൊരു ഓപ്പറേറ്റർ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇത് ഒരു സിമ്പിൾ ഓപ്പറേറ്റർ ആണ്. സോ അല്ല, ഇത് ട്രൂ ആയതിനെ കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തത്. സേ ഇഫ് ദിസ് ഈസ് 5, എന്ത് ചെയ്യൂല, നമുക്ക് ബ്ലാങ്ക് ആയിരിക്കും. കണ്ടോ, കൺസോൾ ബ്ലാങ്ക് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബ്ലോക്കാണ് എൽസ്. ഇതാണ് ഒരു അടുത്ത ബ്ലോക്ക് ഓഫ് കോഡ്. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്പർ ഈസ് ഓഡ് എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, നമ്പർ എന്താണ്, ഓഡാണ്. സോ നമുക്ക് എന്ത് ചെയ്തു, ആ ഒരു ഔട്ട്പുട്ട് കിട്ടി. അതായത് ഇവിടെ ഈ ഒരു 15th ലൈൻ എത്തുമ്പോൾ ഇയാൾ ചെക്ക് ചെയ്യും, റിമൈൻഡർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്, അതിൻ്റെ അകത്ത് സം കൈൻഡ് ഓഫ് ഡാറ്റ ഉണ്ട്, അത് 0 ആണോ എന്ന് നോക്കും. 0 ആണ് എങ്കിൽ 16th ലൈൻ, അതായത് ആ ഈഫിന്റെ ഓപ്പണിംഗ് ബ്രേസ്, ഇതാണ് ആ ഓപ്പണിംഗ് ബ്രേസ്. ഈ ഓപ്പണിംഗ് ബ്രേസ് മുതൽ ക്ലോസിംഗ് ബ്രേസ് മുതലുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റും പുള്ളിക്കാരൻ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയല്ല, അതായത് റിമൈൻഡറിലുള്ള വാല്യൂ 0 അല്ല എങ്കിൽ എന്ത് ചെയ്യും, ഈ ഓപ്പണിംഗ് ബ്രേസ് മുതൽ ഈ ക്ലോസിംഗ് ബ്രേസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത എൽസിലോട്ട് വന്ന് നോക്കും. എൽസിലോട്ട് വന്നിട്ട് പുള്ളിക്കാരൻ നോക്കും, മീൻസ് ഇവിടെ എൽസ് ആണ്, ബ്ലൈൻഡ്ലി എൽസ് ആണ്, വേറെ ഒന്നും ചെക്ക് ചെയ്യാനില്ല. അപ്പൊ എന്ത് ചെയ്യും, ഇത് അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് ഒരു സിമ്പിൾ ഇഫ് എൽസ്. ഓക്കെ, പിന്നെ ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു കൺസെപ്റ്റ് കൂടെ ഉണ്ട്. അതായത് എന്താ പറയാ, ഈ എൽസിൽ തന്നെ നമുക്ക് ഈഫ് ആഡ് ചെയ്യാം. പക്ഷെ അത് എന്താ, അതിലൂടെ ഞാൻ പോകുന്നില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ വേറൊരു കണ്ടീഷൻ എഴുതാം, ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ ഉണ്ട്. എന്താ പറയാ, ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ഇതൊരു 5 ആക്കി. ഓക്കെ, ഇത് 5 ആണ്. എന്താ പറയാ, എൽസ് ഇവിടെ ഒരു ഈഫ് ഇടാം. ഒരു പൊട്ടത്തരമാണ്, പക്ഷെ ഞാൻ ചുമ്മാ അങ്ങനെ ചെയ്യാന്ന് പറയാൻ വേണ്ടി കാണിക്കാണ്. ഒരിക്കലും വർക്ക് ചെയ്യാത്ത കേസാണ്. ഇഫ് റിമൈൻഡർ ഈക്വൽസ് എന്താ 2, സോറി,
ഓക്കെ 2 ഈ ഒരു കണ്ടീഷൻ ഒരിക്കലും ട്രൂ ആവില്ല. ഈ എൽസ് ഇഫ് ഒരിക്കലും ട്രൂ ആവില്ല, ശുദ്ധ മണ്ടത്തരമാണ്. എന്തില്ല നമ്പർ ഈസ് സംതിങ് എൽസ് ആയിരിക്കും, അല്ല വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. സോ അങ്ങനെ ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നമ്പർ ഈസ് ഓക്കെ ഈ ഒരു ലൈൻ ഓഫ് എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നില്ല. സോ ഞാൻ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ കാണിക്കാം. നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. 3 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ നമ്പർ ഈസ് ഓഡ് ആണ്, അതായത് എന്താ സംഭവിക്കുന്നത്, റിമൈൻഡർ 0 ആണോ എന്ന് നോക്കി, അല്ല, അപ്പൊ എന്ത് ചെയ്യും, അടുത്ത എൽസ് എത്തും. എൽസ് എത്തിയിട്ട് ഇവിടെ വല്ല കണ്ടീഷൻ ഉണ്ടോ, ഇവിടെ അപ്പോ വേറൊരു എൽസ് ഉണ്ട്, സോറി വേറൊരു ഈഫ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഈ ഒരു ഈഫിന്റെ കണ്ടീഷൻ പുള്ളിക്കാരൻ മാച്ച് ചെയ്ത് നോക്കും. റിമൈൻഡർ 2 ആണോ, 2 ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ ബ്രേസിലോട്ട് എൻ്റർ ചെയ്ത് ഈ ഒരു ലൈൻ ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇതൊരിക്കലും ഈ ഒരു കേസിൽ നമുക്ക് ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. സോ അതിനൊരു എക്സാമ്പിൾ ഞാൻ എന്താ പറയാ, വേണ്ട അതിലോട്ട് ഞാൻ കടക്കുന്നില്ല. നമുക്ക് ഈ റിയൽ ടൈം എക്സാമ്പിൾ അല്ലെങ്കിൽ ആപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ ഈ ഒരു കേസ് ഷുവർലി വരും. അപ്പൊ ഞാൻ ഈ ഒരു കേസിന്റെ യൂസ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ ഇതും തെറ്റാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ അടുത്ത എൽസിലോട്ട് ചാടും, എന്നിട്ട് എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്പർ എന്ത് ചെയ്തു, ഓടാണെന്ന് പ്രിന്റ് ചെയ്യും. സോ ഞാൻ ജസ്റ്റ് ഈ എൽസ് ഒമിറ്റ് ചെയ്യാണ് ഇപ്പോൾ. ഓക്കെ, അതാണ് ഒരു ഈഫ് എൽസ് കണ്ടീഷൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഈഫിന്റെ അകത്തും നമുക്ക് വേറൊരു ഈഫ് ഇടാൻ പറ്റും. പക്ഷെ അതിലോട്ട് ഞാൻ കത്തുന്നില്ല, നെസ്റ്റഡിലൊന്നും പോകണ്ട. ഈഫ് എൽസ് എന്താ സംഭവം എന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, നമുക്ക് വെരി ലിമിറ്റഡ് ടൈം ഉള്ളൂ. ഓക്കെ, അതാണ് ആ ഒരു സംഭവം. അപ്പോൾ അതുപോലെ അതുപോലെയുള്ള ഇതാണ് ഒരു ഈഫ് എൽസിനെ പറ്റി പറയുള്ളത്. സോ അടുത്തൊരു കേസ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സ്വിച്ച് കേസ് ആണ്. സ്വിച്ച് കേസ് എന്ന് പറഞ്ഞാൽ ഇമാജിൻ നമുക്കിപ്പോ ഇൻഡ് വീക്ക് ഡേ എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ട്, ഈക്വൽസ് 1, അതായത് 1 to 7 ഉണ്ട്. സോ ഈച്ച് നമ്പർ represents എ ഡേ ഇൻ എ വീക്ക്. അതായത് ഒന്നാണെങ്കിൽ അത് സൺഡേ, രണ്ടാണെങ്കിൽ അത് മൺഡേ, ആ ഒരു കേസ് വരും. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ, നമുക്ക് എന്ത് ചെയ്യും, ഓരോ വാല്യൂ ചെക്ക് ചെയ്യേണ്ടി വരും. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈഫ് എന്താ പറയാ, വീക്ക് ഡേ ഈക്വൽസ് 1 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എസ് ഔട്ട് ഇവിടെ നമുക്ക് സൺഡേ എന്ന് പ്രിന്റ് ചെയ്യാം. നമുക്ക് ഇവിടെ എൽസ് ഈഫ് ഞാൻ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് കാണിച്ചാൽ, എൽസ് ഈഫ് എന്താ വീക്ക് ഡേ ഈക്വൽസ് 2 ആണെങ്കിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യണം, മൺഡേ എന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഈ 2 കേസ് പറയുന്നുള്ളൂ. എൽസ് എന്ത് ചെയ്യും, ഇത് 2 അല്ല, 1, 2 അല്ല, 3, 4 അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ എന്ത് വേണ്ടി ചെയ്യും, ഡേ ഈസ് നോട്ട് സൺഡേ ഓർ മൺഡേ എന്നങ്ങ് പ്രിന്റ് ചെയ്യും. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യാം. അതിന്റെ മുന്നേ ഈ ഫസ്റ്റ് ഈ കേസ് കമന്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, കോഡ് ഞാൻ കമന്റ് ചെയ്തിട്ടു, ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുവാണ്. സി വീക്ക് ഡേ 1 ആണ്. സോ ഡെഫിനറ്റ്ലി എന്താണ്, വീക്ക് ഡേ 1 ആണെങ്കിൽ സൺഡേ പ്രിന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ ഇത് എന്ത് ചെയ്തു, 2 ആക്കിയപ്പോൾ എന്ത് ചെയ്തു, മൺഡേ പ്രിന്റ് ചെയ്തു. ഇനി 3 ആക്കുമ്പോൾ നമുക്ക് എന്ത് വരും, ഇത് ഫാൾസ് ആവും, ഇത് ഫാൾസ് ആവും, ഇത് ട്രൂ ആവും, അല്ലെ? എൽസിലോട്ട് വരും. എൽസ് ട്രൂ ആണെന്നല്ല, എൽസ് ഈ 2 കണ്ടീഷനേ ഉള്ളൂ. അത് രണ്ടും ഫാൾസ് ആയാൽ ഡെഫിനറ്റ്ലി ലാസ്റ്റ് ബ്രാഞ്ച് എൽസിലോട്ട് ചാടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, ഡേ ഈസ് നോട്ട് സൺഡേ ഓർ മൺഡേ, ആക്ച്വലി ട്യൂസ്ഡേ ആണ്. സോ എന്ത് ചെയ്യും, ഈ ഒരു സെയിം കൺസെപ്റ്റിനെ നമുക്ക് ഈ ഈഫ് എൽസ് സ്ട്രക്ചർ കുറച്ച് സിമ്പിൾ ആക്കിയിട്ട് സ്വിച്ച് കേസ് എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പ് ഉണ്ട്. അത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് സ്വിച്ച് എന്ന് ടൈപ്പ് ചെയ്യേണ്ട, ഫുൾ ഓക്കെ, സ്വിച്ച് എന്ന് ടൈപ്പ് ചെയ്ത് കൺട്രോൾ സ്പേസ് ജനറേറ്റ് അടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി കുറച്ച് കോഡ് ജനറേറ്റ് തന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു കോഡിന്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. വീക്ക് ഡേ എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ നമ്മൾ ഈ സ്വിച്ച് എന്ന് പറഞ്ഞ പാരാമീറ്ററിലോട്ട് കൊടുത്തു. സോ ഞാനിവിടെ എന്ത് ചെയ്തു, എസ് ഔട്ട് ഇത് 1 ആണെങ്കിൽ ഓക്കെ, ഞാൻ സൺഡേ എന്ന് കൊടുക്കുന്നു. അപ്പൊ 7 ഡേയ്സിന്റെ കേസിലോട്ട് ഞാൻ പോകുന്നില്ല, ഞാൻ ജസ്റ്റ് 2 ഡേയ്സ് എടുക്കുന്നുള്ളൂ. അവരുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. ഈ ഒരു കേസ് കൊണ്ട് തന്നെ കാര്യം മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഞാൻ ഈ ജസ്റ്റ് ഇനി ഒരു പ്രോഗ്രാം റൺ ചെയ്യാണ്. ഇപ്പോ എന്താ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു.
ഓക്കെ ഓക്കെ കാര്യം ഓക്കെ ഈ ഒരു കോഡ് ഉണ്ട്. സോ ഈ കോഡിലോട്ട് ഞാൻ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇത് 1 സ്വിച്ച് ചെയ്യാണ്, വീക്ക് ഡേ 1 സ്വിച്ച് ചെയ്തു. സോ നമുക്ക് ഇവിടെ സ്വിച്ച് കേസ് ഉണ്ട്, അതിന്റെ ഇംപ്ലിമെന്റേഷനോട് ഞാൻ വരാം. നമ്മളെ പ്രോപ്പർ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യട്ടെ. സോ ഉണ്ടോ വീക്ക് ഡേ 1 ആണ്, നമുക്ക് എന്ത് ചെയ്തു സൺഡേ എന്ന് കിട്ടി. സോ വീക്ക് ഡേ എന്താണ് 2 ആക്കി റൺ ചെയ്തു, നമുക്ക് മൺഡേ എന്ന് കിട്ടും. ഓക്കെ 1 ഡേ എന്ന് കിട്ടി. ഞാൻ 3 ആക്കി, എന്താണ് വീക്ക് ഡേ സംതിങ് എൽസ് എന്ന് കിട്ടും. ഓക്കെ സംതിങ് എൽസ് ആണ്. അപ്പോൾ നമ്മൾ കിട്ടുന്ന എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് കിട്ടിയിട്ട് എന്ത് ഓൾമോസ്റ്റ് എന്താണ് സിമിലർ ടു ഈഫ് എൽസ് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ടാണ് ഞാൻ വരുന്നത്. ഇതിനൊരു സിൻടാക്സ് ഉണ്ട്. സോ സ്വിച്ച് കേസ് എന്ന് പറഞ്ഞ ഒന്നുമില്ല, നമ്മളൊരു വാല്യൂ കൊടുക്കും, എന്നിട്ട് ആ വാല്യൂ ആയിട്ട് ഈക്വൽ ആവാൻ ചാൻസ് ഉള്ളത് നമ്മൾ കേസിൽ കൊടുക്കും, എന്നിട്ട് അത് എക്സ്പെക്ട് ചെയ്യുന്ന എന്താ ഔട്ട്പുട്ട് നമ്മൾ ജസ്റ്റ് അങ്ങ് കോഡ് ബ്ലോക്കിൽ എഴുതും. ഒന്നും മനസ്സിലായിട്ടില്ല എനിക്ക് മനസ്സിലായി. സോ അതിന്റെ ഈ ഒരു എക്സാമ്പിളോട്ട് ഞാൻ പറയാം. നമ്മളൊരു സ്വിച്ച് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും. സോ ടു റെപ്രസെന്റ് ദിസ് ഈസ് വി ആർ യൂസിങ് എ സ്വിച്ച് കേസ്, ഒരു സ്വിച്ച് കേസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ വീക്ക് ഡേ എന്നുള്ള ഒരു പാരാമീറ്റർ നമ്മൾ പാസ് ചെയ്തു. അതായത് അത് എന്തിനെ ഡിനോട്ട് ചെയ്യും, നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ കമ്പാരിസൺ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീക്ക് ഡേ എന്ന് പറഞ്ഞ വാല്യൂ ആണ്. അതായത് ഈ ഒരു സ്വിച്ച് കേസിന്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ഡാറ്റ വെച്ചിട്ടാണ് സ്വിച്ച് കേസ് യൂസ് ചെയ്യുന്നത്, ആ വീക്ക് ഡേ എന്ന് പറഞ്ഞ ആ വേരിയബിളുള്ള ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്വിച്ച് കേസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഓപ്പണിംഗ് ബ്രേസ് സ്റ്റാർട്ട് ചെയ്യും. എന്താ സ്ഥിതി? ഓക്കെ ഓക്കെ അതായത് നമ്മൾ എന്ത് ചെയ്യും, ഒരു വീക്ക് ഡേ ഒരു സ്വിച്ചിനോട് ഒരു പാരാമീറ്റർ കൊടുക്കും. ആ പാരാമീറ്ററിൽ വരാൻ ചാൻസ് ഇല്ല, നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂസ് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെ ഇങ്ങ് കൊടുക്കും. കേസിന്റെ അകത്ത് കേസ് എന്ന് പറഞ്ഞ കീവേഡ്, അതിൽ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ, അത് കഴിഞ്ഞിട്ട് ഒരു കോളൻ. ഓക്കെ ഈ ഒരു കോളൻ എന്താന്ന് വെച്ചാൽ ഈ ഒരു ലൈൻ എത്തുമ്പോൾ ചെക്ക് ചെയ്യും ആക്ച്വലി ഈ വീക്ക് ഡേ എന്ന് പറഞ്ഞ സാധനത്തിലുള്ള വാല്യൂ ഈ കേസ് ഈ 1 ആണോ എന്ന് എന്താ ഈ ഒരു എന്താ വീക്ക് ഡേയിൽ നമ്മൾ കൊടുത്ത ഈ ഒരു വാല്യൂ, ഈ വീക്ക് ഡേയിൽ നമ്മൾ ഉള്ള ഡാറ്റ ഈ കേസ് കഴിഞ്ഞ് കൊടുത്ത ഈ ഒരു ഡാറ്റയായിട്ട് മാച്ചിങ് ആണോ എന്ന് നോക്കും. മാച്ചിങ് ആണെങ്കിൽ ഈ കോളന് ശേഷം നമ്മൾ എന്ത് എഴുതിയോ അത് എൻറ്റയർലി അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യും. സോ നമ്മൾ ഇത് 1 എന്ന് പറഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ 1 എന്ന് പറഞ്ഞ് റൺ ചെയ്യും. ഓക്കെ നമ്മൾ സ്വിച്ചിലോട്ട് 1 എന്ന ഡാറ്റയാണ് പാസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ലൈനിൽ സ്വിച്ചിലെ ഫസ്റ്റ് ലൈനിലോട്ട് കയറുമ്പോൾ കേസ് 1 അതായത് വീക്ക് ഡേ 1 ആണോ, യെസ് ആണ്, ട്രൂ ആണ്. അപ്പൊ എന്ത് ചെയ്യും, ഈ കോളൻ കഴിഞ്ഞ് നെക്സ്റ്റ് ലൈനിൽ എന്താ ഉള്ളത്, കോളനും കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ആ കേസിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തു. മനസ്സിലായോ? അത് എക്സിക്യൂട്ട് ചെയ്തു. പിന്നെ എന്ത് ചെയ്യും, ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ ഒരു ബ്രേക്ക് ഉണ്ടാവും. ഓക്കെ ഈ ഒരു ബ്രേക്ക് എന്തിനാന്ന് വെച്ചാല് ദർ ഇസ് എ ചാൻസ് എന്തുണ്ട്, ഈ അടുത്ത ലൈൻ ഓഫ് അതായത് നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ ഒന്നെങ്കിൽ കേസ് 1 അതേ വരുന്നുള്ളൂ, പിന്നെ എന്ത് ചെയ്യുന്നില്ല, പിന്നെ നമുക്ക് ഈ ഒരു സ്വിച്ച് കേസ് അതായത് അടുത്ത കേസ് പോയി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് സ്വിച്ചിന്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ നമ്മൾ ഇൻപുട്ട് കൊടുത്തു, ആ ഇൻപുട്ട് ഫസ്റ്റ് കേസ് ഇതാണ് ഫസ്റ്റ്. നമുക്ക് ഓൾറെഡി ഇവിടെ 1 ചെക്ക് ചെയ്താൽ പിന്നെ 2 ആണോ 3 ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട കേസ് ഇല്ല. അപ്പൊ അത് ആ ഒരു ടൈം സേവ് ചെയ്യാൻ നമ്മളിവിടെ ബ്രേക്ക് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ബ്രേക്ക് യൂസ് ചെയ്യുമ്പോൾ എന്തില്ല, പിന്നീടുള്ള അങ്ങോട്ടുള്ള കേസ് ഫുൾ അങ്ങ് സ്കിപ്പ് ചെയ്യും. ആൾ ഈ ഒരു സ്വിച്ചിൽ നിന്ന് അങ്ങോട്ട് എക്സിറ്റ് അടിച്ച് ഇവിടെ ഈ 34th ലൈനിലോട്ട് വന്നിരിക്കും. അതിനാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇൻ കേസ് നമ്മളിവിടെ ബ്രേക്ക് യൂസ് ചെയ്യാണ്ട് ഒന്ന് ഞാൻ ഈ ഒരു ലൈൻ ഓഫ് കോഡ് കമന്റ് ചെയ്യാണ്, എന്നിട്ട് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കാണിച്ചാൽ. ഓക്കെ കണ്ടോ, കേസ് 1 എക്സിക്യൂട്ട് ചെയ്തു, എന്നിട്ട് സൺഡേ എക്സിക്യൂട്ട് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു, ഇയാൾ സെക്കൻഡ് കേസിലോട്ടും കയറി, അതായത് അടുത്ത ലൈൻ ഓഫ് എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, ആ നെക്സ്റ്റഡ് റിപ്പീറ്റഡ് എക്സിക്യൂഷൻ ഓഫ് കേസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡെഫിനറ്റ്ലി ഇവിടെ ബ്രേക്ക് എന്ന് പറഞ്ഞ ഒരാളെ ഡെഫിനറ്റ് ആയിരുന്നു. അതിനാണ് ഈ ഒരു ബ്രേക്ക്. അതെല്ലാ കേസിലും നമ്മൾ ഇങ്ങനെ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു സ്വിച്ച് കേസിന്റെ കാര്യത്തിൽ നമുക്ക് ഇവിടെ സംഭവിക്കുന്നത്. സോ ഇഫ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ചിലപ്പോ കുറച്ച് സ്ലോ ആയിട്ട് ക്യാച്ച് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ അത്ര ഒരു ത്രെഡിൽ കിട്ടാത്തവർ ചിലപ്പോൾ ഇപ്പോഴും ഈഫും സ്വിച്ച് കേസും കൺഫ്യൂസിങ് ആയിരിക്കും. അങ്ങനെ ഉണ്ട്, ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യാം. ബ്രീഫ് ആയിട്ട് വിത്ത് ലെക്ചർ നോട്ട് അടക്കം വിത്ത് ഇല്ലസ്ട്രേഷൻ നമുക്ക് ചെയ്തു തരാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ, നമ്മളൊരു ചീറ്റ് ഷീറ്റ്, അതായത് ഒരു ഷോർട്ട്, ഒരു A4ന്റെ അകത്ത് നമുക്ക് ഈ ഒരു സിൻടാക്സ് ഒക്കെ കുത്തി നിറച്ചുള്ളൊരു സെറ്റപ്പ് ഞാൻ തരുന്നുണ്ട്. സോ അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഡിലേ കൊണ്ടാണ് ലേറ്റ് ആകുന്നത്. സോ അത് കിട്ടുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് റെഫർ ചെയ്യാനൊരു ഡോക്യുമെന്റ് കയ്യിലുണ്ടാവും. അതിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഞാൻ ഇല്ലസ്ട്രേറ്റ് ചെയ്ത് തരാം. അപ്പോൾ മനസ്സിലാകുന്നില്ല എന്ന് കണ്ടിന്യൂ ചെയ്യാം, നമുക്ക് ഡിസ്കഷൻ ആവാം, ഫർദർ ഡിസ്കഷൻ ഒക്കെ നോക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും, വീക്ക് ഡേ 1 ആണോ നോക്കി, അതോ മാച്ച് ഈ ഒരു കേസ് ട്രൂ ആണ്, ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്തു, പിന്നെ ഈ ഒരു സ്വിച്ച് കേസ് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു ഇതിന്റെ അകത്തുനിന്ന് ഞാൻ എക്സിറ്റ് അടിച്ചു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ഈ ഇത് 2 ആണെങ്കിൽ എന്ത് സംഭവിക്കും, വീക്ക് ഡേ 2 ഇവിടെ 2 വരും. സോ ഈ കേസ് 2 എന്തായി, ഫാൾസ് ആയി. അപ്പൊ ഈ ഒരു കേസ് എന്ത് ചെയ്യും, അങ്ങ് സ്കിപ്പ് ചെയ്യും. ഈ ഒരു കേസ് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് കേസിലോട്ട് പോകും. ഈ ഒരു കേസ് 2 പോകും. കേസ് 2 പോകുമ്പോൾ ട്രൂ ആണ്, ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. എന്ത് ചെയ്യും, പുള്ളിക്കാരൻ ഈ ബ്രേക്ക് വരെയുള്ള എക്സിക്യൂട്ട് ചെയ്ത് അങ്ങ് എക്സിറ്റ് അടിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സേ ഈ 2 അല്ല 3 ആണ്. അപ്പൊ എന്ത് ചെയ്യും, ഈ വാല്യൂ 3 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കേസ് 1 ഫാൾസ് ആയി, കേസ് 2 ഫാൾസ് ആയി, പിന്നെ എന്ത് ചെയ്യും, വേറെ ഒന്നുമില്ല. അപ്പോ ഇത് ഒന്നും അല്ലാത്ത കേസിൽ നമുക്കൊരു ഡിഫോൾട്ട് ബ്രാഞ്ച് ഉണ്ട്. അതായത് പ്രീവിയസ് കേസസ് ഒന്നും മാച്ചിങ് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട ബ്രാഞ്ച് ആണ് നമ്മുടെ ഡിഫോൾട്ട് ബ്രാഞ്ച്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, പുള്ളിക്കാരൻ ഡിഫോൾട്ട് ബ്രാഞ്ച് ഉണ്ട്. ലൈക്ക് നമ്മളിവിടെ എൽസ് കൊടുത്തില്ലേ, ഈ എൽസ് പോലെ ഒരു സെറ്റപ്പ് ആണ് ഈ ഡിഫോൾട്ട്. ഈ ഡിഫോൾട്ടിലോട്ട് കയറും. ആ ഡിഫോൾട്ടിൽ എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ അതെല്ലാം അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, വെരി നെക്സ്റ്റ് ലൈൻ അങ്ങ് ബ്രേക്ക് ചെയ്യും. ഓക്കെ, നമുക്കിത് റൺ ചെയ്താൽ കാണാം, ഇവിടെ എത്തി, ഇവിടെ എത്തി, ഇവിടെ എത്തി, ഇത് സ്കിപ്പ് ചെയ്തു, ഇത് സ്കിപ്പ് ചെയ്തു, ഇവിടെ എത്തി, ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ഇതാണ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന 2 സ്റ്റേറ്റ്മെന്റ്. ഇത് രണ്ടുമാണ്. സോ ഞാൻ ഫോർ നൗ ഈ ലൈൻസ് അങ്ങ് കമന്റ് ചെയ്യണം, എൻറ്റയർലി അങ്ങ് ഡിലീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഞാൻ ഇതുവരെയുള്ള എല്ലാ ലൈൻ ഓഫ് കോഡ് അങ്ങ് കമന്റ് ചെയ്യാണ്. ഓക്കെ, സോ ഇതുവരെ ഉള്ളത് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്ത കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇതുവരെ ഉള്ളത് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ത്രെഡ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആയിരിക്കും ഇത്. ക്യാച്ച് ചെയ്യാൻ കുറച്ച് ട്രിക്ക് ആയിരിക്കും, പക്ഷെ മനസ്സിലാവുന്നവരൊന്നും കീപ്പ് ഓൺ കോപ്പറേറ്റ് ചെയ്യാൻ, നമുക്ക് ഡിസ്കഷൻ ആവാം, എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ഫിക്സ് ചെയ്യാൻ പറ്റും. ഇത് ഒബ്വിയസ്ലി നമ്മൾ ഏതൊരു പ്രോഗ്രാം ആണെങ്കിൽ, ഏത് ചെറിയ ആപ്പ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് ആണ്. ഈഫ് എഴുതാത്ത ഒരു ആപ്പ് പോലും, ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് പോലും ഉണ്ടാവില്ല. അതന്നെയാണ് ലൂപ്പ് ഉള്ളത്. ലൂപ്പ് ഇല്ലാത്തതായിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അപ്പോ അതാണ് ഈ ഒരു കേസിനെ പറ്റി എനിക്ക് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നെസ്റ്റഡ് ഈഫ്, നെസ്റ്റഡ് സ്വിച്ച് കേസ്, അങ്ങനത്തെ കൺസെപ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും. കോംപ്ലക്സ് ആണെന്നല്ല, ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ലാംഗ്വേജ് പഠിക്കാതിരിക്കുമ്പോൾ നമുക്കത് ഡെഫിനറ്റ്ലി പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പോൾ അതിന്റെ ഇൻ ഡെപ്തിലോട്ട് കയറി പോകുന്നില്ല. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഇനി ലൂപ്സിലോട്ടൊന്ന് എൻ്റർ ചെയ്യുകയാണ്. സോ എന്താണ് ലൂപ്പ്? സോ ഒരു എക്സാമ്പിൾ എടുക്കാം. ഞാനൊരു ലൈൻ ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാണ്. ജാവ ഈസ് പവർഫുൾ. ഓക്കെ, ജാവ ഈസ് പവർഫുൾ. സോറി മിസ്റ്റേക്സ്. ഓക്കെ, ജാവ ഈസ് പവർഫുൾ. എനിക്ക് ഈ ഒരു സാധനം എന്ത് ചെയ്യണം, ഒരു 10 വട്ടം പ്രിന്റ് ചെയ്ത് കിട്ടണം. ശരി, അപ്പോ ഇങ്ങനെ ഒരു 10 വട്ടം വേണമെങ്കിൽ ഞാൻ ഒരു 5 വട്ടം ആക്കാൻ കൊണ്ട് വയ്യ. ഓക്കെ, എനിക്കൊരു 5 വട്ടം ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം,
ഇങ്ങനെ 5 വട്ടം എസ് ഔട്ട് ചെയ്യണം വേണ്ടേ? അതായത് നിങ്ങളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ നിങ്ങൾക്കൊരു സംഭവം അല്ലെങ്കിൽ ഒരു ടാസ്ക് കണ്ടിന്യൂസ്ലി കുറച്ച് സമയം ഒരു ഒരു എന്താ അത്ര വട്ടം അങ്ങനെ ചെയ്യണം. ഈ കേസിൽ 5 ചിലപ്പോൾ 2 വട്ടം ചെയ്യേണ്ടി വരും, ചിലപ്പോൾ 3 വട്ടം ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കേസസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇങ്ങനെ ഇതിപ്പോ ഒരു എസ് ഔട്ട് ആയതുകൊണ്ടാണ്. പക്ഷെ വേറൊരു ടാസ്ക് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല, നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, അത്രയും വട്ടം കോഡ് എഴുതാൻ പറ്റൂല. ഇൻസ്റ്റഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെക്ഷൻ ഓഫ് കോഡിനെ, ഇൻ ദിസ് കേസ് നമുക്ക് ഈ ഒരു ലൈൻ ഓഫ് എസ് ഔട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ ടൈംസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രോഗ്രാമിംഗ് നീഡിനെ നമ്മൾ നീഡിനെ നമ്മൾ മീറ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് ലൂപ്സ്. സോ ലൂപ്സ് നമ്മൾ ഇവിടെ മുന്നേ എഴുതിയിട്ടുണ്ട്. എത്ര ഉണ്ട്? 4 ഉണ്ട്, വൈൽ ഉണ്ട്, ഡു വൈൽ ഉണ്ട്. സോ ഇത്രയും ലൂപ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഈ ഒരു ഫോർ ലൂപ്പ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. സോ ഞാനൊരു 5 ടൈംസ്, ഞാനിപ്പോ ഇവിടെ പ്രിന്റ് ചെയ്ത് 5 ടൈംസ് ആണ്. സോ അങ്ങനെ 5 വട്ടം സിക്സ് ഔട്ട് ചെയ്യാണ്ട് എങ്ങനെ ഒറ്റ ലൈൻ ഓഫ് സിക്സ് ഔട്ട് കൊണ്ട് നമുക്ക് 5 വട്ടം വർക്ക് ചെയ്യിക്കാന്ന് ഞാൻ കാണിച്ചു തരാം. സോ 5.4i ഓക്കെ, ഞാനൊരു ഫോർ ലൂപ്പ് ഇടാണ്. ഫോർ ഓക്കെ, ഫോർ ടൈപ്പ് ചെയ്ത് കൺട്രോൾ സ്പേസ് അടിച്ചു, എൻ്റർ അടിച്ചു. ഓക്കെ, സോ നമുക്ക് ഓൾറെഡി ജനറേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഈ ഒരു ലൈൻ ഓഫ് കോഡ് അങ്ങ് 5 എന്നാക്കി. ഓക്കെ, എന്നിട്ട് ഈ ഒരു സിസ്റ്റം ഡോട്ട് ഔട്ടിനെ ഇങ്ങോട്ട് എടുത്തു, ഇതിൻ്റെ അകത്തോട്ട് ഇട്ടു. സോ ഇതാണ് ഒരു സിമ്പിൾ ഫോർ ലൂപ്പ്. ഒരു സിമ്പിൾ ആയിട്ട് ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞത് ഇതാണ്. സോ ഇത് ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള സംഭവമാണ്. ഫസ്റ്റ് ടൈം എനിക്കൊന്നും ഇത് ഞാൻ +1 അല്ലെ +2 പഠിക്കുമ്പോൾ ഒട്ടും മനസ്സിലാതൊരു കൺസെപ്റ്റ് ആയിരുന്നു. എന്നിട്ട് ഞാനൊക്കെ പ്രോഗ്രാം പഠിക്കുമ്പോൾ ഇത് ഫോർ അതിൻ്റെ =0, i <10 അങ്ങനെ കാണാപ്പാടം വിട്ടു പോയതാണ്. പക്ഷെ അങ്ങനെയൊന്നല്ല, എനിക്ക് ആ ഒരു ഫ്ലോ കറക്റ്റ് കിട്ടാത്തതുകൊണ്ടായിരുന്നു. എന്താ സംഭവിക്കുന്നത് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ ഒരു ഇൻഡെക്സ് വേരിയബിൾ യൂസ് ചെയ്യും. സോ ഇൻഡെക്സ് വേരിയബിൾ എന്താണ്, ഫസ്റ്റ് 0 ആയിരിക്കും. ഞാൻ അതിലോട്ട് വരുന്നത് ഇൻഡെക്സ് വേരിയബിൾ യൂസ് ചെയ്യും. ആ ഇൻഡെക്സ് വേരിയബിൾ ഇവിടുത്തെ കേസിൽ ശ്രദ്ധിച്ച് കേട്ടോ, ഫോർ ലൂപ്പിന്റെ കേസിൽ നമ്മൾ ഒരു ഇൻഡെക്സ് വേരിയബിൾ യൂസ് ചെയ്യും. ആ ഒരു ഇൻഡെക്സ് വേരിയബിൾ ഇവിടെ i ആണ്. ഒരു സെക്കൻഡ്. ഓക്കെ, പിന്നെ ഓക്കെ, അപ്പോൾ ഇൻഡെക്സിങ് വേരിയബിൾ, ഞാൻ ഇങ്ങനെ ഒരു ഇൻഡെക്സിങ് വേരിയബിൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫ്ലോ കുറച്ച് ട്രിക്കിയാണ്. അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇല്ലസ്ട്രേറ്റ് ചെയ്ത് വരുമ്പോഴായിരിക്കും കുറച്ചുകൂടി മനസ്സിലാവുക. ഒട്ടും പേടിക്കേണ്ട. ഇതിന്റെ സിൻടാക്സ് എങ്ങനെയാണ് വരുന്നത്, എക്സാമ്പിൾ എങ്ങനെയാണ് വരുന്നത്, ഫ്ലോ എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ ആഫ്റ്റർ ദ സെഷൻ ഗ്രൂപ്പിലോട്ട് വരച്ചിട്ട് തരാം. ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഡിസൈനിങ്ങിന്റെ ഒരു ഡിലേ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനൊരു ചീറ്റ് ഷീറ്റ് ഞാൻ തരുന്നുണ്ട്. ഓക്കെ, സോ ഇൻഡി ഇൻഡെക്സ് ഈക്വൽ ടു 0, അതായത് ഒരു ഇൻഡെക്സിങ് വേരിയബിൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഫോർ ലൂപ്പിൽ. ആ ഇൻഡെക്സിങ് വേരിയബിളിന്റെ പേര് ഇൻഡെക്സ് എന്നാണ്. സോ അറ്റ് ദ ബിഗിനിങ് അതിന്റെ വാല്യൂ 0 ആയിരിക്കണം പറയും. ഓക്കെ, ഇതുവരെ എത്തും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, പറയും. എന്നിട്ട് എന്ത് ചെയ്യാം, അപ്പോൾ ഈ ഒരു വേരിയബിൾ വെച്ചു, സംഭവം ഉണ്ട്, നമുക്കൊരു വേരിയബിൾ ഒക്കെ ഉണ്ട്, ഇൻഡെക്സ് വേരിയബിൾ ഉണ്ട്. സോ അയാളുടെ ഇനീഷ്യൽ വാല്യൂ ഇതാണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ലൂപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് ഫോർ ലൂപ്പ് എന്ന് പറയും. അങ്ങനെ അങ്ങോട്ട് പറയുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ഫോർ ലൂപ്പിന്റെ ബോഡി ഇതാണ്. ഒരു ബോഡി, ആ ഒരു ഓപ്പണിംഗ് ബ്രേസ് മുതൽ ക്ലോസിംഗ് ബ്രേസ് വരെയുള്ള ഒരു ബോഡിക്കകത്ത് നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ടോ അത് പുള്ളിക്കാരൻ ഫസ്റ്റ് ഒരു വട്ടം ഫ്രം ടോപ്പ് ടു ബോട്ടം എക്സിക്യൂട്ട് ചെയ്യും. സേഫ് ഇവിടെ എന്തുണ്ട്, വേറെ കുറച്ച് സംതിങ് റാൻഡം ഉണ്ട്. ഓക്കെ, സംതിങ് റാൻഡം ഉണ്ട്. ഇവിടെയും സംതിങ് എന്താ സം കൈൻഡ് ഓഫ് റാൻഡം കോഡ് ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ 3 ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ആ ഒരു ലൂപ്പ് ഫസ്റ്റ് ലൂപ്പ് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് നേരെ ഈ ഒരു ലൈൻ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു ലൂപ്പ് ഒരു വട്ടം നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു എന്ന് പറയും. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
ഇവിടെ കാണുന്നത് ആ ഒരു റൺ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. സോ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്ത് നമുക്ക് കാണാം. ഉണ്ടോ 5 വട്ടം സംഭവം വരുന്നുണ്ട്. അതെങ്ങനെ വരാം? അപ്പൊ ഫസ്റ്റ് ഇവിടെ ഇൻഡെക്സിങ് വേരിയബിൾ ഇത് ഇനീഷ്യലൈസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? നേരെ നമ്മുടെ ലൈന് കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, എക്സിക്യൂട്ട് ഈ ഒരു ലൈന്, അതായത് ലൂപ്പിന്റെ ബോഡിക്കകത്തുള്ള ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇൻ കേസ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു കേസിൽ ഫസ്റ്റും ലാസ്റ്റും സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഈ ഒരൊറ്റ സിംഗിൾ ലൈനാണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഈ പുള്ളിക്കാരൻ എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് പോകും. ഈ ഒരു സംഭവം കണ്ടോ, ഇൻഡെക്സ് പ്ലസ് പ്ലസ് അങ്ങോട്ട് പോകും. എനിക്കറിയാം ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും, ഗ്രഹിക്കാൻ കുറച്ച് പാടായിരിക്കും. പക്ഷെ നമുക്ക് ഫർദർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിന്റെ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം ഡെഫിനറ്റ്ലി. സോ എന്ത് ചെയ്യും? ഇൻഡെക്സ് പ്ലസ് പ്ലസ് ചെയ്യും. തുടക്കത്തിൽ ഭയങ്കര കൺഫ്യൂസിങ് അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റിംഗ് ആയിരിക്കും, മനസ്സിലാവാത്ത ഇഷ്യൂ വരും. അപ്പോൾ ചോദിക്കുക, മനസ്സിലാവാത്ത എന്താണെങ്കിലും കയറി ചോദിച്ചോളൂ. നമുക്ക് ഡെഫിനറ്റ്ലി നോട്ട് തരുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നമുക്ക് ടൈമിന്റെ ഡിലേ ഉണ്ട്, നമ്മൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് അങ്ങനെ ഓടിച്ചിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? പുള്ളിക്കാരൻ ഇൻഡെക്സ് കൂട്ടി, അതായത് 1 ആയി. 1 ആയിട്ട് എന്ത് ചെയ്യും? അടുത്തത് ജമ്പ് ചെയ്യുക ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ കണ്ടോ നിങ്ങൾ? ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 5, അതായത് ഈ ഒരു ഇൻഡെക്സ് എന്ന് പറഞ്ഞ ആള് ഇപ്പൊ എന്താണ്? 1 ആണ്. ഇപ്പൊ 1 ആണ്. ഓക്കെ, ഇൻക്രിമെന്റ് ഇതിപ്പോ 1 ആണ്. അതായത് ഇവിടെ ആക്ച്വലി 1 ഗ്രേറ്റർ ദാൻ 5 ആണോ എന്നാ ചെക്ക് ചെയ്യുന്നത്. ഈ ഒരു കേസ് 1 ഗ്രേറ്റർ ദാൻ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? സോറി, 1 ഓക്കെ, 1 ഗ്രേറ്റർ ദാൻ 5, സോറി 1 ലെസ് ദാൻ 5, മിസ്റ്റേക്ക് പറ്റിയതാണ്, ശ്രദ്ധിച്ചില്ല. ഓക്കെ, 1 ലെസ് ദാൻ 5, അതായത് 1 എന്ന് പറഞ്ഞത് 5നെക്കാട്ടി ചെറുതാണ്. ഓക്കെ, മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അത് കറക്റ്റ് ചെയ്യാം. സോറി, അത് നമ്മൾ കറക്റ്റ് ചെയ്യുന്നുണ്ട്. സോ 5നെക്കാട്ടി കുറവാണോ 1 എന്ന് എന്ത് ചെയ്യും? ഇവിടെ വെച്ച് ചെക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? എഗെയിൻ ഈ ഒരു സെക്ഷനിലോട്ട് ജമ്പ് ചെയ്യും. ഓക്കെ, ഈ ഒരു സെക്ഷനിലോട്ട് ജമ്പ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഒരു ലൈൻ ഓഫ് കോഡ് വൺസ് മോർ എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഇൻഡെക്സ് പിന്നെയും കൂട്ടും. മനസ്സിലായോ? ലൈൻ എക്സിക്യൂട്ട് ചെയ്തു, ഇൻഡെക്സ് കൂട്ടി, ചെക്ക് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു, ഇൻക്രിമെന്റ് ചെയ്തു, ചെക്ക് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു, ഇൻക്രിമെന്റ് ചെയ്തു, ചെക്ക് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു, അങ്ങനെ വരുന്നത് ഫസ്റ്റ് ടൈമിന് ശേഷം. മനസ്സിലായോ? അതായത് ഇവിടെ ഇൻഡെക്സ് ഇൻക്രിമെന്റ് ചെയ്തു, ഈ ഒരു കണ്ടീഷൻ ഇവിടെ ഇൻഡെക്സ് എന്ന് കൊടുക്കണം നമ്മൾ. അപ്പോൾ ഇൻഡെക്സിന്റെ അകത്ത് ഇപ്പോൾ വാല്യൂ 1 ആണ്. സോ അത് 5നെക്കാട്ടി ചെറുതാണോ നോക്കി. ഈ ഒരു കേസിൽ 1 ആവുമ്പോൾ അത് ട്രൂ ആണ്. എഗെയിൻ ഇത് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് പിന്നെ ഇൻഡെക്സ് അങ്ങോട്ട് പോയി ഒന്നും കൂടെ കൂട്ടും. ഈ കേസിൽ 2 ആകും. ഇവിടെ 2 5നെക്കാട്ടി ചെറുതാണോ നോക്കും, ട്രൂ ആണ്. അങ്ങനെ ഇതൊന്നും കൂടെ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ 5 കഴിഞ്ഞ് എത്ര വട്ടം എക്സിക്യൂട്ട് ചെയ്യും? ഇത് 5 ആകുന്നത് വരെ. ഇതിപ്പോ എന്തായി? ഇൻഡെക്സ് 4 ആയി. അപ്പോ ഈ ഒരു ലാസ്റ്റ് ലൈൻ ഇവിടെ പ്രിന്റ് ചെയ്യുമ്പോൾ ഇൻഡെക്സ് 4 ആയിരിക്കും. 4 കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഇൻക്രിമെന്റ് ചെയ്യും. ഇപ്പൊ 5 ആയി, ഇൻഡെക്സ് 5 ആയി. ഇവിടെ എത്തും 5 ലെസ് ദാൻ 5 ആണോ? അല്ല, ഫോൾസ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ ഒരു ലൈൻ ഓഫ് കോഡിന് എക്സിറ്റ് അടിക്കും. ഇതാണ് ഒരു ഫോർ ലൂപ്പിന്റെ വർക്കിംഗ്. സോ ഈ ഒരു സെക്ഷൻ ഫസ്റ്റ് ലൈൻ ഓഫ് ഇത് ഇനീഷ്യലൈസേഷൻ ആണ്. ഇത് ഫസ്റ്റ് ലൂപ്പിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് മാത്രം എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്തിട്ട് നേരെ ലൂപ്പിന്റെ എക്സിക്യൂഷനിലോട്ട് കിടക്കും. എന്നിട്ട് ഓരോ വട്ടം ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴും ഇൻഡെക്സ് ഇൻക്രിമെന്റ് ചെയ്യും. ഇൻഡെക്സ് ഇൻക്രിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കൊടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും വിത്ത് ദാറ്റ് കറസ്പോണ്ടിങ് ഇൻഡെക്സ് വാല്യൂ. എന്നിട്ട് എന്ത് ചെയ്യും? പിന്നെയും ആ ഒരു ഇതിങ്ങനെ ലൂപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു കേസാണ് നമ്മൾക്ക് ഇവിടെ കാണുന്നത്. സോ ഇതാണ് ഒരു സിമ്പിൾ ഫോർ ലൂപ്പിന്റെ എക്സാമ്പിൾ. ഓക്കെ, ഇത് ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. ടൈം ഭയങ്കര ഷോർട്ട് ആയതുകൊണ്ട് അങ്ങനെ ഓടിച്ചിട്ട് പോകുന്നത്. സോ നമുക്ക് ഇപ്പോഴും ഈ 2 ലൂപ്പ് ഉണ്ട്. വൈൽ ലൂപ്പ് വിച്ച് പറ്റി സിമ്പിൾ ആണ്. ഈ ഒരു എക്സാമ്പിൾ തന്നെ ഞാൻ വൈൽ ലൂപ്പിൽ കാണിച്ചുതരാം. സോ വൈൽ ലൂപ്പിന്റെ സിന്റാക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വൈൽ എന്ന് ടൈപ്പ് ചെയ്ത് വൈൽ എന്ന് ടൈപ്പ് ചെയ്യുക. ഐട്രേറ്റ് സോറി
ഞാനൊരു വൈൽ എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇതാണൊരു വൈൽ ലൂപ്പിന്റെ കണ്ടീഷൻ. അതായത് വൈൽ കണ്ടീഷൻ, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കണ്ടീഷൻ ട്രൂ ആവുന്നിടത്തോളം കാലം എന്ത് ചെയ്യും, ഈ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തിരിക്കും. സോ അതിന്റെ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുക്കാൻ പറ്റുക. നേരത്തെ കാണിച്ച സെയിം എക്സാമ്പിൾ ഞാൻ ഇവിടെ ഇൻഡ് ഇൻഡെക്സ് ഈക്വൽസ് 0 ഇങ്ങനെ ഒരു വേരിയബിൾ നമ്മൾ അഡീഷണലി ഡിക്ലെയർ ചെയ്യുന്നു. ഇൻഡെക്സ് ലെസ് ദാൻ 5 ആണെങ്കിൽ എന്ത് ചെയ്യുക, നേരെ ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ എഴുതിയ ഒരു ഫോർ ലൂപ്പിന്റെ കറസ്പോണ്ടിങ് ഈക്വലന്റ് വൈൽ ലൂപ്പ്. സോ ബേസിക്കലി വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞാൽ വൈൽ എന്ന് പറഞ്ഞ ഒരു കീവേഡ് ഉണ്ട്, പിന്നെ നമ്മൾ പരാന്തസിസ് ഉണ്ട്, ഈ ബ്രാക്കറ്റ് ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റ് നമ്മൾ പരാന്തസിസ് എന്നാ പറയുന്നത്. പരാന്തസിസിന്റെ അകത്ത് നമ്മളൊരു കണ്ടീഷൻ ചെയ്തു, ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 5. ഈ ഒരു കേസിൽ ഇൻഡെക്സ് 0 ആണ്. 0 സോറി എഗെയിൻ ഇങ്ങനെ മിസ്റ്റേക്ക് കയറി വരുന്നുണ്ട്, ക്ഷമിക്കുക. ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇൻഡെക്സ് ലെസ് ദാൻ 5 ആണോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ഇൻഡെക്സ് ലെസ് ദാൻ 5 ആണോ, ഈ ഒരു കേസിൽ 0 ലെസ് ദാൻ 5 വരിക, വിച്ച് ഈസ് ട്രൂ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു സാധനം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഉണ്ടോ, ഈ ഒരു സാധനം എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. നമുക്ക് ഇവിടെ ഈ ഒരു സാധനം അങ്ങനെ അടിയിലോട്ട് പോയോണ്ടിരിക്കുന്നത് കാണാം. ഓക്കെ, ബേസിക്കലി അത് എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ ഓക്കെ, ആ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തു. ഉണ്ടോ, നമുക്ക് ഇത്രയും വട്ടം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ബിക്കോസ് എന്താണ്, ഈ ഒരു വൈൽ ലൂപ്പ് ഇൻഫൈനൈറ്റ്ലി റൺ ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഇതെന്ത് ചെയ്യുന്നില്ല, ഈ ഒരു കണ്ടീഷൻ ഫാൾസ് ആവുന്നില്ല. ഇൻഡെക്സ് ഇപ്പോ 0 ആണ്, 0 ലെസ് ദാൻ 5 ആണ്. അപ്പൊ എന്ത് ചെയ്യും, ഈ ഒരു സംഭവം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ഇതെന്ത് ചെയ്യണം, ഈ ഒരു ഇൻഡെക്സ് ഇൻക്രിമെന്റ് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യും, എൻഡ് ഓഫ് ദ വൈൽ ലൂപ്പിൽ ഞാൻ ഇൻഡെക്സ് ഇൻക്രിമെന്റ് ചെയ്യും. ഇൻഡെക്സ് പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞൊരു ലൈൻ ഇട്ടു. ഓക്കെ, ഇൻഡെക്സ് പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞൊരു ലൈൻ ഇട്ടു. ഇനി ഇത് റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓക്കെ, ഇതെന്ത് ചെയ്തു, കറക്റ്റ് 5 ടൈംസ് എക്സിക്യൂട്ട് ചെയ്തു. സോ ഇതിന്റെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, വൈൽ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണോ, ട്രൂ ആണെങ്കിൽ ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യാം. സോ ഈ ഒരു ഇതിന് നമ്മൾ ഫൈനൈറ്റ് ആയിട്ട് നമ്മളെ കണ്ടീഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻഡെക്സ്, ഒരു കസ്റ്റം നമ്മൾ തന്നെ ഒരു വേരിയബിൾ ഉണ്ടാക്കി ഇട്ടു. അതിന് നമ്മൾ എന്ത് ചെയ്തു, ഒരു വട്ടം ഐട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു വട്ടം ലൂപ്പ് അടിച്ചാൽ ഇൻക്രിമെന്റ് ചെയ്യും. സോ ഇത് കുറച്ച് എന്താ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സിമ്പിൾ ആണ് കാര്യം. എനിക്ക് തോന്നുന്നില്ല പലർക്കും ഇപ്പോൾ ഡൗട്ട് ഉണ്ടാവും. നമ്മൾ ഓൾമോസ്റ്റ് ടൈമിലോട്ട് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. സോ വേറൊരു കേസ് നമുക്കുള്ളത് ഒരു എന്താ ഡു വൈൽ ലൂപ്പ് ഉണ്ട്. സോ ഞാൻ ഡു ഓക്കെ, ഇതാണൊരു ഈ ഒരു ലൈൻ ഞാൻ കമന്റ് ചെയ്യാണ്. എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് ബാക്ക് ടു ടോപ്പിക്ക് പിന്നെയും വരാം. സോ ഡു വൈൽ എന്താന്ന് വെച്ചാൽ, ഞാൻ ഇത് എൻ്റെ ഒരു ഇംപ്ലിമെന്റേഷൻ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു എസ് ഔട്ട് ചെയ്യുന്നു, ഡു. ഇവിടെയും ഈ ഒരു വൈൽ ലൂപ്പിന്റെ അതേ. ഓക്കെ, അപ്പോൾ ബാക്ക് ടു ദ ടോപ്പിക്. ഞാൻ നേരത്തെ എഴുതിയ ഫോർ ലൂപ്പിന്റെയും വൈൽ ലൂപ്പിന്റെയും കറസ്പോണ്ടിങ് ഡു വൈൽ ലൂപ്പിന്റെ ഈക്വലന്റ് ആണ് ഇത്. സോ ബേസിക്കലി എന്താണ് ഒരു ഡു വൈൽ? ഓക്കെ, ഈ ഡു വൈൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ്, നോർമൽ വൈൽ ലൂപ്പ് ആണ്. പക്ഷെ ഇയാൾക്കൊരു പ്രത്യേകതയുണ്ട്. വൺസ് ഒരു ലൂപ്പ് എക്സിക്യൂഷൻ കഴിഞ്ഞിട്ട് ഇയാൾ കണ്ടീഷനിലോട്ട് കടക്കുന്നുള്ളൂ. നേരെ മറിച്ച് എങ്ങനെയാ, വൈൽ ലൂപ്പിൽ എങ്ങനെയാ, ആദ്യം എന്ത് ചെയ്യും, നമ്മൾ എന്താ ഈ ഒരു വൈലില് എത്തും, ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യും, പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും, അങ്ങനെയാ വരുന്നത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ച, ആദ്യം ഡു കണ്ടാൽ ആ സ്റ്റേറ്റ്മെന്റ് അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് വൈലിന്റെ അകത്തുള്ള കണ്ടീഷൻ പിന്നെ ചെക്ക് ചെയ്യും, പിന്നെ ചെക്ക് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ പിന്നെയും എക്സിക്യൂട്ട് ചെയ്യും, അങ്ങനെ വരുന്നത്. അതായത് ആദ്യം ഒരു കണ്ടീഷൻ ഒന്നും ചെക്ക് ചെയ്യാണ്ട് ബ്ലൈൻഡ്ലി ആ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെ ഒരു ഐട്രേഷൻ കഴിഞ്ഞിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും, എന്നിട്ട് ആ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അടുത്ത ഐട്രേഷനിലോട്ട് പോകും. ബേസിക്കലി ഇതാണ് ഒരു ഡു വൈൽ ലൂപ്പ് ചെയ്യുന്നത്. ലൂപ്പ് ഇത്ര പെട്ടെന്ന് പറഞ്ഞു പോകുന്ന ടോപ്പിക് അല്ല, പക്ഷെ ലിമിറ്റഡ് ടൈമാണ്. നമുക്ക് സെഷൻ കുറച്ച് ബാക്കിലാണ് ഷെഡ്യൂൾ ചെയ്തതിനാട്ടി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. ഫർദർ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഒബ്വിയസ് ആണ്. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി ആണെങ്കിലും അല്ലെങ്കിൽ ടീമായിട്ടാണെങ്കിലും ആരായിട്ടായാലും ഒന്ന് മെസ്സേജ് ചെയ്യുക. എവിടെയാ ഇഷ്യൂ ഉള്ള, എന്താ മനസ്സിലാവാത്ത, ഡെഫിനറ്റ്ലി 100% സപ്പോർട്ട്, ഡെഡിക്കേറ്റഡ് സപ്പോർട്ട് നമ്മൾ തരുന്നതാണ്. സോ മനസ്സിലായിട്ടില്ല ദയവ് ചെയ്തിട്ട് അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇത് വരുന്നത്. സോ ഈ ഒരു കേസ് ഞാൻ ബെറ്റർ ആയിട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ ഞാൻ ഇതൊരു 10 എന്ന് കൊടുത്തു. ഓക്കെ, 10 എന്നാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ ബേസിക്കലി എന്താണ്, 10 ലെസ് ദാൻ 5 ഫാൾസ് ആണ്. ശരിക്കും നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പാടില്ല. പക്ഷെ ഞാൻ ഇത് റൺ ചെയ്യുമ്പോൾ കണ്ടോ, എനിക്ക് ഒരു വട്ടം ഔട്ട് കിട്ടി.
വിച്ച് ഈസ് ബിക്കോസ് ഡു വൈൽ ആയതുകൊണ്ട്. സോ ഈ ഒരു സെയിം കേസ് ഞാൻ വൈൽ ലൂപ്പിൽ ഇംപ്ലിമെന്റ് ചെയ്താലോ, ഞാനത് വൈൽ ലൂപ്പിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കാണിച്ചാൽ ഓക്കെ. എനിക്ക് ഈ എക്ലിപ്സ് ഒരുപാട് യൂസ് ചെയ്ത് ഫെമിലിയർ അല്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഞാനിത് എന്ത് ചെയ്തു, ഈ ഇൻഡെക്സ് വൈൽ ലൂപ്പിന്റെ കേസിൽ 10 ആക്കി റൺ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടില്ല, ഒരു ഔട്ട്പുട്ടും കിട്ടില്ല. ബിക്കോസ് എന്താണ്, ഈ ഒരു കണ്ടീഷൻ ഫാൾസ് ആണ്. 10 <5 എന്ന് പറഞ്ഞാൽ മണ്ടത്തിലാണ്, കിട്ടൂല. അപ്പൊ എന്ത് ചെയ്യും, ഈ ഒരു വൈൽ ലൂപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്യും. ഓക്കെ, ബേസിക്കലി അതാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷെ ഈ ഒരു കേസിൽ, നമ്മുടെ ഡു വൈലിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അത് ഒരു വട്ടം എക്സിക്യൂട്ട് ചെയ്യും എന്നതിന് ശേഷമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു കണ്ടീഷൻ ഇവിടെ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് എന്താ ഈ ഒരു ഹലോ വേൾഡ് അല്ലെങ്കിൽ എന്താ ജാവ ഈസ് പവർഫുൾ എന്ന് പറഞ്ഞ ഈ ഒരു സെറ്റപ്പ് നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഈ ഒരു കേസ് ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള എക്സാമ്പിൾ ഒക്കെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്തുതരാം. സോ ഇതിൽ എനിക്ക് തോന്നുന്നില്ല കുറെ ആൾക്കാർക്കെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടാവും ഞാൻ ഫാസ്റ്റ് ആയിട്ട് പോകുമ്പോൾ. ഇതാണ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. ഇതിൽ കൂടുതൽ ടൈം ഞാൻ ഫോർ ലൂപ്പ് തന്നെ ആയിരിക്കും യൂസ് ചെയ്യാം. വൈൽ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് കുറവായിരിക്കും, വൈലും ഡു വൈലും കുറച്ച് സമയം യൂസ് ചെയ്യുള്ളൂ. അപ്പൊ അതാണ്. സോ ബേസിക്കലി ഇത് ഞാൻ 5 ആക്കി എന്ത് സംഭവിക്കും, 5 ആക്കി ഓക്കെ ഇൻഡെക്സ് പ്ലസ് ഓക്കെ 0 ആക്കി ഒരു വട്ടം എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും. കണ്ടോ, നമുക്ക് 5 വട്ടം എക്സിക്യൂട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. സോ ആദ്യം എന്ത് ചെയ്യും, ഇൻഡെക്സ് കിട്ടും, എന്നിട്ട് നേരെ ഡു കാണും. ഡു ഇതാണ് നമ്മുടെ ലൂപ്പിന്റെ ബോഡി. സോ ആദ്യം ഈ ബോഡി അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും, ഈ 2 ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ഇപ്പോൾ 1 ആയിരിക്കും. ഫസ്റ്റ് ലൂപ്പ് കഴിയുമ്പോൾ ഇൻഡെക്സ് 1 ആണ്. ആ 1<5 ആണ്, ട്രൂ ആണ്. ഒന്നും കൂടെ എക്സിക്യൂട്ട് ചെയ്യും, ഇൻക്രിമെന്റ് ചെയ്തു, ഇൻഡെക്സ് ഇൻക്രിമെന്റ് ചെയ്തു. 2<5 ട്രൂ ആണ്, ഒന്നും കൂടെ എക്സിക്യൂട്ട് ചെയ്യും, 3 ആവും, 4 ആവും. 4 കഴിഞ്ഞ് പിന്നെ 4 ആയി, 4<5 ട്രൂ ആയി, ഒന്നും കൂടി ഇൻക്രിമെന്റ് ചെയ്തു, 5 ആയി. 5<5 ഫാൾസ് ആണ്. അപ്പൊ അവിടെ എത്തുമ്പോൾ എന്താവും, ഈ ഒരു ലൂപ്പിന്ന് ബ്രേക്ക് ചെയ്യും. അതാണ് ബേസിക്കലി ഡു വൈൽ ലൂപ്പായിട്ട് സംഭവിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഞാൻ ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. ഇതിന്റെ അകത്ത് ഈ ബ്രേക്ക്, കണ്ടിന്യൂ, റിട്ടേൺ ഈ ഒരു കേസും കൂടെ പറഞ്ഞ് നമുക്കൊന്ന് നിർത്താം. ഓക്കെ, ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഫെമിലിയർഡ് ആണ്, ഇതൊന്ന് എക്സിറ്റ് ചെയ്യാൻ. സോ ഇതിന്റെ ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സെഷൻ. സോ ഞാൻ ബാക്ക് ടു ഫോർ ലൂപ്പ് പോവാണ്. ഓക്കെ, ബാക്ക് ടു ഫോർ ലൂപ്പ് ഇവിടെ എത്തി. സി അറ്റ് സം പോയിന്റ്, അതായത് ഇത് തേർഡ് ആണെങ്കിൽ, ലൈക്ക് ഈ ഒരു ലൂപ്പിൽ ഞാൻ ഇപ്പൊ 5 വട്ടം ലൂപ്പ് ചെയ്യുന്നുണ്ട്. സോ 5 വട്ടം ലൂപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എനിക്ക് അറ്റ് ഒരു അറ്റ് ദ മിഡിൽ വെച്ച് എന്ത് ചെയ്യണം, എനിക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ലൂപ്പ് എന്ത് ചെയ്യണം, അതായത് 0 to 4 നമ്മുടെ ഇൻഡെക്സ്, 0 1 2 3 4. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 0 കഴിഞ്ഞ് 1 കഴിഞ്ഞ് 2 എത്തുമ്പോൾ ഈ ജാവ ഈസ് പവർഫുൾ ചെയ്യണ്ട. ഓക്കെ, ഫോർ മോർ ക്ലാരിറ്റിക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ +i ഇങ്ങനെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. സോ യു വിൽ ഗെറ്റ് മച്ച് മോർ ക്ലിയർ. ഞാൻ ഈ ഒരു വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. ഞാൻ അത് കഴിഞ്ഞ് ഉടനെ നിർത്തുന്നതാണ്. ഓക്കെ 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 എന്താ ഇഷ്യൂ? ഓക്കെ, ഐ എന്ന് പറഞ്ഞ വേരിയബിൾ ഇല്ല, സോറി, ഞാൻ ഇൻഡെക്സ് എന്നാണല്ലോ പറഞ്ഞത്. ഓക്കെ, ഇൻഡെക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ. ഓക്കെ, ഇത് റൺ ചെയ്തോണ്ടോ 0 1 2 3 4 5 ഇങ്ങനെ കിട്ടി. സോ ഈ ഒരു ലൈൻ എനിക്ക് സ്കിപ്പ് ചെയ്യണം. സോ വാട്ട് ക്യാൻ ഐ ഡു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഈഫ് ഇടാൻ പറ്റും. ഈഫ് എന്ത് ചെയ്യാം, ഇൻഡെക്സ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ഇൻഡെക്സ് ചെക്ക് ചെയ്യാണ്. ഇൻഡെക്സ് ഈക്വൽസ് 2 ആണെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് ഇവിടെ ചുമ്മാ ബ്രേക്ക് എന്ന് കൊടുക്കാം. ഓക്കെ, ബ്രേക്കിന്റെ എക്സാമ്പിൾ. അപ്പൊ ഞാൻ ബ്രേക്കിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞുതരാം. സോ ഞാൻ എന്ത് ചെയ്യാം, എന്നിട്ട് റൺ ചെയ്യാം. അപ്പൊ എന്തായി, 0 കഴിഞ്ഞു, 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, പിന്നെ എന്തില്ല, 3ഉം 4ഉം കാണാനില്ല. അതെവിടെ പോയി, അതെന്താ സംഭവിച്ചേ? സോ അതിനുള്ള ആൻസർ ആണ് ഈ ബ്രേക്ക്. അതായത് നമ്മൾ ഒരു ലൂപ്പിന്റെ അകത്ത് ബ്രേക്ക് എന്നിട്ടാൽ, ഈ ഒരു ബ്രേക്ക് എക്സിക്യൂട്ട് ചെയ്താൽ നേരെ മേലെയുള്ള ഏത് ലൂപ്പാണോ ആ ലൂപ്പിൽ നിന്ന് പുള്ളിക്കാരൻ എക്സിറ്റ് അടിക്കും. അതായത് ഇവിടെ നിന്ന് എക്സിറ്റ് അടിച്ചാൽ ഇവിടെ ഈ ഒരു ലൂപ്പ് എവിടെ എൻഡ് ചെയ്യുന്നത്, ഇവിടെ എൻഡ് ചെയ്യുന്നത്, ഇതിന്റെ അടുത്ത ലൈനിലോട്ട് വരും. അതായത് ലൂപ്പിൽ നിന്ന് നമ്മൾ അറ്റ് സം പോയിന്റ് ലൂപ്പ് ബാക്കി ഐട്രേഷൻ ഒന്നും കണ്ടിന്യൂ ചെയ്യണ്ട, ആ ലൂപ്പ് അങ്ങ് നിർത്തിക്കളി എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇവിടെ സ്വിച്ച് കേസിൽ നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
അതാണ് ഒരു ബ്രേക്ക്. അതായത് ഈ ഒരു 5 ടൈംസ് ആണ് ലൂപ്പ് ചെയ്യേണ്ടത്. പക്ഷെ 2 എത്തുമ്പോഴത്തേന് ഇതിന്റെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി ലൂപ്പ് കണ്ടിന്യൂ ചെയ്യണ്ട, ഈ ലൂപ്പിൽ എക്സിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യില്ല, പിന്നുള്ള ഈ ഐട്രേഷൻ എന്ത് ചെയ്യില്ല, ഇൻഡെക്സ് ഇൻക്രിമെന്റ് ചെയ്യാനോ ചെക്ക് ചെയ്യാനൊന്നും പോകില്ല. ഈ ഒരു ഫോർ ലൂപ്പ് അങ്ങനെ എൻഡ് ചെയ്യും. അതായത് ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത്. അതായത് ഈ 46th ലൈനിലോട്ട് ഇയാൾ ജമ്പ് ചെയ്യും. ഓക്കെ, അതാണ് ഈ ഒരു സംഭവം. ഇതേ മീൻ ടൈം നമുക്ക് എന്ത് ചെയ്യാം, ഇത് കണ്ടിന്യൂ ആക്കിയാലോ. ജസ്റ്റ് കണ്ടിന്യൂ ആക്കി ഒന്ന് റൺ ചെയ്യും. സി ഓക്കെ, ഓക്കെ ഓക്കെ. അപ്പോ ഈ ഒരു കേസിൽ എന്താ നമുക്ക് പ്രോപ്പർ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. 1 2 3 4 5 സ്റ്റേറ്റ്മെന്റ് കിട്ടുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാ സംഭവിക്കുന്നതെന്ന് ഞാൻ ഇല്ലസ്ട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തരണമെങ്കിൽ ഈ ലൈനിനെ എനിക്ക് ജസ്റ്റ് ഒന്ന് ഈ ഈഫിന്റെ താഴെ ഇടണം. ഓക്കെ, ആദ്യം ഈഫ് ചെക്ക് ചെയ്യും, എന്നിട്ട് ഈ ഒരു ലൈന് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ റൺ ചെയ്യാൻ പോവാണ്. റൺ ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയുണ്ടോ, 0 ഉണ്ട്, 1 ഉണ്ട്, 2 അല്ലല്ലോ, 3 അല്ലേ, 3 ഉണ്ട്, 4 ഉണ്ട്. അപ്പൊ 2 എവിടെ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടിന്യൂ എന്നുള്ള കേസ് മനസ്സിലാക്കാം. അതായത് ഞാനൊരു ലൂപ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇനി എനിക്ക് എന്ത് ചെയ്യണ്ട, ആ ലൂപ്പിന്റെ ആ ഒരു ഐട്രേഷനിൽ കണ്ടിന്യൂ ചെയ്യണ്ട. അതായത് ഇൻഡെക്സ് 2 ആവുമ്പോൾ ഇവിടെ എത്തിയപ്പോ, ഈ ഒരു കണ്ടിന്യൂ ഉള്ള സ്ഥലത്ത് എത്തിയപ്പോ എന്റെ ആവശ്യം, ആ ഒരു ഐട്രേഷൻ വെച്ചുള്ള ഒരു ആവശ്യം കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യണ്ട, ഇനി ബാക്കി ആ ഒരു ഐട്രേഷൻ കണ്ടിന്യൂ ചെയ്യണ്ട, ആ ഐട്രേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് അടുത്ത ഐട്രേഷനിലോട്ട് പോകാം. അതായത് ഇവിടെ നിന്ന് നിർത്തിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഇൻഡെക്സിലോട്ട് ജമ്പ് ചെയ്യണം. ഈ ഇൻഡെക്സ് ഇൻക്രിമെന്റ് ചെയ്ത് ഇങ്ങോട്ട് ജമ്പ് ചെയ്യണം. ഇതാണ് ഈ ഒരു ഫോർ ലൂപ്പിന്റെ കേസിലെ അടുത്ത ഐട്രേഷൻ. വൈലിന്റെ കേസിലും ഞാൻ എക്സാമ്പിളോട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ എന്ത് ചെയ്തു, കണ്ടിന്യൂ എത്തുമ്പോൾ പുള്ളിക്കാരൻ അടുത്ത ഐട്രേഷനിലോട്ട് പോകും. ഓക്കെ, അതായത് ഒരു ലൂപ്പിന്റെ ഐട്രേഷൻ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് അടുത്ത ഐട്രേഷനിലോട്ട് പോകാൻ നമ്മൾ കണ്ടിന്യൂ യൂസ് ചെയ്യും. അതേസമയം എന്ത് ചെയ്യും, നമ്മൾ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യും. ഇതേ സെയിം കണ്ടിന്യൂവിന്റെ എക്സാമ്പിൾ ഞാൻ ഒരു വൈൽ ലൂപ്പിന്റെ അകത്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവുമായിരിക്കും. സോ എന്താ, ഇതേ സെയിം സംഭവം ഞാൻ കോപ്പി ചെയ്യുന്നു, ആ ഒരു ഈഫ് ഞാൻ കോപ്പി ചെയ്യുന്നു, ജസ്റ്റ് റൺ ചെയ്യുന്നു. ഓക്കെ, ഇൻഡെക്സ് 10 ആണ്, ഞാനത് 0 ആക്കി ഇങ്ങോട്ട് റൺ ചെയ്യുന്നു. ഇത് എന്ത് ചെയ്തു, 2 വട്ടം. ഓക്കെ 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 ഓക്കെ, എന്താ 2 വട്ടം വരുന്നത്, 0 ഒന്ന്, ഒരു സെക്കൻഡ്. ഓക്കെ, while index less than 5 0 ആണ്, index equal to 2 കണ്ടിന്യൂ. ഓക്കെ, നമുക്ക് ഈ ഒരു ഇൻഡെക്സും കൂടെ പ്രിന്റ് ചെയ്ത് നോക്കാം. സോ നമുക്ക് ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ്. ഓക്കെ, 0 1 കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യുന്നില്ല അല്ലേ. ഓക്കെ, അതെന്തുകൊണ്ടാ. ഓക്കെ, 2 കഴിഞ്ഞു, പിന്നെ അടുത്ത ഐട്രേഷനോട് ജമ്പ് ചെയ്തു. ഓക്കെ, ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇൻഡെക്സ് 0 ആണ്. സോ ഫസ്റ്റ് ലൂപ്പ് കഴിഞ്ഞു. പിന്നെ ഇൻഡെക്സ് 2 ആവുന്ന കേസിൽ എന്ത് ചെയ്യും, ഇവിടെ പിന്നെയും പോകുന്നത്, പുള്ളിക്കാരൻ പോകുന്നത് ഓക്കെ, ഒരു മിനിറ്റ്. സോ ഇതാണ് ബേസിക്കലി ഇത്. ഈ ഒരു സംഭവം ചിലപ്പോൾ ഗ്രാസ്പ് ചെയ്യാൻ കുറച്ച് ട്രിക്കിയാണ്. പക്ഷെ ഇപ്പോൾ മൈൻഡ് ചെയ്യണ്ട, നമ്മൾ എക്സാമ്പിൾ വരുമ്പോഴത്തേക്കും മനസ്സിലാവും. ഇനി നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കിൽ ഞാൻ സ്കിപ്പ് ചെയ്യുന്ന ഒരാളുണ്ട്, അത് റിട്ടേൺ ആണ്. സോ അത് ലിമിറ്റഡ് ടൈം ആയതുകൊണ്ടും, പിന്നെ ഈ ഒരു റിട്ടേണിന്റെ കേസ് നമ്മൾ ഊപ്പ് വരുമ്പോഴും മെത്തേഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അതിലോട്ട് വരുമ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഇൻ ഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ആ ഒരു സെഷനിലോട്ട് ഞാൻ ഈ റിട്ടേണിന്റെ കേസ് പോസ്റ്റ്പോൺ ചെയ്യാണ്. എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആൾക്കാർക്ക് ഇന്ന് കുറച്ച്
എന്താ തല പെരുക്കുന്നുണ്ടാവും, ഒന്നും മനസ്സിലായിട്ടില്ലല്ലോ എന്താ ഇത് ചെയ്തതെന്നൊക്കെ മനസ്സിലാകുന്നുണ്ടാവും. അങ്ങനെയുള്ളവർ പ്ലീസ് കോൺടാക്ട് വിത്ത് us, നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്താണെങ്കിലും പറയാം, നമുക്ക് ഇതിനുള്ളൊരു റെമഡി കണ്ടെത്താൻ പറ്റും. പ്ലീസ് കോൺടാക്ട് ചെയ്യാൻ. മനസ്സിലായില്ലെങ്കിൽ ഇവിടെ ഇട്ട് പോകരുത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ 2-3 ദിവസം കൊണ്ട് ഇതൊന്നും പഠിച്ചാറില്ല, പക്ഷെ ഒരു ബേസ് ഐഡിയ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പിന്നെ